ചാലക്കുടി പൂലാനി ദേവമായ സന്നിധി ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ കൽപ്പന കേൾക്കാൻ ഭക്തജന തിരക്ക്. ചാത്തൻ സ്വാമിയെ പഞ്ചലോഹ വിഗ്രഹത്തിലേക്ക് കുടിയിരുത്തിയ ഈ ക്ഷേത്രത്തിൽ വിവിധ പ്രശ്നങ്ങളുമായി എത്തുന്നവർക്കാണ് പരിഹാരം കൽപ്പിക്കപ്പെടുന്നത്. വെള്ളി, ശനി, ഞായർ, ചൊവ്വ എന്നീ ദിവസങ്ങളിലാണ് കൽപ്പനയുണ്ടാകുന്നത്. രാവിലെ 5 മുതൽ 9:30 വരെ ഈ ക്ഷേത്രത്തിൽ നിത്യപൂജയുണ്ട്. ശാക്തേയ പുഷ്പാഞ്ജലിയാണ് പ്രധാനം. എല്ലാ വാവ ദിവസവും രാത്രി 8-നാണ് ശാക്തേയ പുഷ്പാഞ്ജലി. ശത്രുദോഷം, വിവാഹ തടസ്സം, ദാമ്പത്യ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, സന്താനഭാഗ്യം, വിദ്യാ തടസ്സം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് ചാത്തൻ സ്വാമിയുടെ ദർശനത്തിനായി എത്തുന്നത്. ജാതിമത ഭേദമന്യേ ക്ഷേത്രത്തിൽ ദൂരെ ദിക്കുകളിൽ നിന്നുവരെ നിരവധി ഭക്തരെത്തുന്നു. 98819350645925 എന്നീ മൊബൈൽ നമ്പറുകളിൽ ക്ഷേത്രവുമായി ബന്ധപ്പെടാം. സങ്കടമോചക ദുരിതനാശക സങ്കടമോചക. ഈ ഉണ്ണി ഇവിടെ വന്നതല്ലേ? ഈ എല്ലാം ഉണ്ണി വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതല്ല നിന്നോട്, ഈ ഉണ്ണിക്ക് കൊടുക്കുന്ന വെള്ളിയായിട്ട് എനിക്ക് ഉടമ്പടിയില്ല എന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ നിന്റെ ചങ്ങാതി ഒന്നും പറഞ്ഞിട്ടല്ലേ വന്ന്? ആ ഉണ്ണി വന്ന് നിൽക്കുമ്പോ ഈ ഉണ്ണി ശരിയില്ല എന്ന് എങ്ങനെയാ പറയാ ഞാൻ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ പോണ്ട കാര്യം എന്തായി? അത് കബളിപ്പിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. അത് ഞാൻ ഇറങ്ങി കളിച്ച കള. ഇതിന് ഞാൻ ഇറങ്ങിയിട്ടില്ല, ഞാൻ നിന്നോട് അന്നും പറഞ്ഞതാ. അപ്പൊ നീയും നിന്റെ പിണിയാളോട് കൂടി എന്താ പറഞ്ഞ്? അത് കൂടാക്കണ്ട് ഈ ഉണ്ണിയുള്ള ഭവനത്തിൽ ഓരോരുത്തരും ആൺപെൺ വ്യത്യാസമില്ലാതെ കണ്ട് ഈ ഉണ്ണിക്ക് വെള്ളി കൊടുക്കണ്ട, ഞങ്ങളതില് പൊറുപ്പില്ല എന്ന് നിന്നോട് പറഞ്ഞതാ. നീ അത് കേട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ചാത്തനോട് വന്നിട്ട് വെള്ളി വാങ്ങിത്തരാൻ പറഞ്ഞ് ഇങ്ങനെ ശരിയാകാം. എന്നാലും ഞാൻ അതിനകത്ത് ഇറങ്ങി കളിക്കിച്ചേക്കാം. നിന്റെ വെള്ളിയല്ലേ, ഞാൻ വാങ്ങിച്ചു തരാം, പോരെ? ഒരാഴ്ച മുന്നേ അവന് വീട്ടിൽ പോയിരുന്നായിരുന്നു. സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് 25-ാം തീയതി ആകുമ്പോൾ 25-ാം തീയതി അതിന്റെ പൈസ തരാം, പിന്നെ 2-ാം തീയതി ആകുമ്പോൾ വാങ്ങിച്ചു. ആ ഉണ്ണിക്കറിയാം ആ കളത്തിന് ഞാൻ ഇറങ്ങുന്നുള്ളത്. ഇവിടെ വന്നതല്ലേ, നീ എന്നോട് ആവരാതി പറയുന്ന ആ ഉണ്ണിക്കറിയാം, ശരിയല്ലേ? ഞാനൊന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ ഒരു താഴ്ചയിലേക്ക് ഇറങ്ങി വന്ന്. മനസ്സിലായ? ഇപ്പൊ എന്തായി? ഇത് 2 ദിനം കൂടി കഴിഞ്ഞാൽ വെള്ളി തരാന്നല്ലേ? അതന്നെയല്ലേ പറഞ്ഞു, 2 ദിനം. അതെന്താ? അല്ല, അത് നീ കൊടുത്തതുണ്ട്, അതാ ആ ഉണ്ണിയുടെ കയ്യിലുണ്ടാവുന്ന കേട്ടുള്ളൂ. എത്ര എണ്ണം അവിടെ സമാധി വെച്ചിട്ടുണ്ട് അതറിയോ നിനക്ക്? അതൊന്നും അറിയില്ല. എന്റെ ആലയം മഞ്ചവരത്ത് വെച്ചാവും നിസന്താനത്തിന്റെ കാര്യങ്ങൾ ഞാൻ മായക്കാരൻ നിന്റെ അധികാരിയുടെ കയ്യിൽ കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം തന്നെ പൂർത്തീകരിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞ തവണകളായിട്ട് എന്റെ മിന്നായാലും ശരി വെള്ളിയായാലും ശരി പൂർത്തീകരിച്ച് കൂട്ടിക്കെട്ടി തരണം. അതുപോലെ തന്നെ ആര് കടന്ന് മണലാരണ്യത്തിൽ പോകാനായിട്ട് എന്റെ ആ കടലാസ് പുസ്തകത്തിന്റെ രേഖകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം ആ ഉണ്ണി എന്നെ കൊണ്ടുപോയി ആ സ്ഥാനത്ത് വില്ലും പേരും കൊല്ലിക്കൂലും തന്ന് എന്റെ ഭവനം കാത്തുരക്ഷിച്ച് എന്നെയും കാത്തുരക്ഷിച്ച് 8-തരം 18 അംഗമായിട്ടുള്ള എന്റെ അച്ഛൻ തന്ന ശരീരം കാത്തുരക്ഷിക്കാൻ നിന്റെ മകനായിട്ടുള്ള ആ ചാത്തൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തിച്ച് അനുഭവം ഉണ്ടാക്കി തന്നേക്കാം. മതിയാ? മതിയാ? ഓക്കെ. ആ ഉണ്ണി ചോദിച്ചാ നിന്നോട്, നീ ചാത്തനോട് വല്ലതും പറഞ്ഞു? ചോദിച്ചതാ.
പേരെടുത്തുണ്ണി. ആ ഉണ്ണിയുടെ കൂടെ നിന്ന് ഉണ്ണികൾ അങ്ങനെ ചാടിപ്പോയെന്ന് ചോദിക്കാം. അത് എന്താ ബാധ്യ പോയാ? അതായത് കുഴിലിറക്കിട്ട് പോയോന്നോ ചോദ്യമുള്ളൂ. ഇട്ടെന്ന് എനിക്കറിയാം. അത് തന്നെയല്ല ചോദ്യം. എന്റെ നാലാമിടത്ത് വല്ല കല്ലുമുള്ള സമ്പ്രദായമുള്ള കരുക്കളുണ്ടാ? ആ അതന്നെ, അത് ചോദിക്കാനാണ് ഞാൻ അങ്ങോട്ട് വന്നേ. അങ്ങനെയല്ല പ്രമുഖ സ്ഥാനത്ത് നിൽക്കണം, മനസ്സിലായില്ല? എന്റെ അച്ഛൻ കുറവനും കുറത്തിയായിട്ട്, എന്റെ മാതാവ് കുറത്തിയായിട്ടും അച്ഛൻ കുറവനായിരിക്കുന്ന ആ മലബാർ സങ്കല്പത്തിലെ കരുക്കളിരിക്കുന്ന ഇല്ലത്ത് വന്ന് നിന്ന് ഉണ്ണി എന്താ വേണ്ടതെന്ന് ചോദിക്കി. എന്തായാലും ഞാൻ കളത്തിലിറങ്ങാൻ നിശ്ചയിച്ചുള്ളൂ. ഏതെങ്കിലും ഉണ്ണിയായിട്ട് വാക്ക് സംബന്ധമായിട്ട് തർക്കണ്ടായിട്ട് മേല് കയ്യ വെക്കേണ്ട ഇടയുണ്ടായ ഒന്നും തള്ളുണ്ടായെന്ന ചോദ്യം. അങ്ങനെ ആയാലും മതി, അത് നിനക്ക് മനസ്സിലാവുന്ന ഭാഷയല്ല എന്റെ വചനം ഉണ്ടായി. ഇപ്പൊ എന്താ വേണ്ട? എന്നിട്ട് നിന്നോട് പറഞ്ഞതല്ലേ ഒന്ന് രണ്ട് ഉണ്ണികൾ, ആ ഉണ്ണിനെ കൂടണ്ട, ചേർക്കണ്ട, ഇതിന് വേണ്ട എന്ന് പറഞ്ഞ വല്ലവരും മനസ്സിലായില്ല. ആ ഉണ്ണി ശരിയല്ല. നിന്റെ ആ കൂട്ടു സമ്പ്രദായത്തില് നീ കൊണ്ടു കിടക്കുന്ന ആ വിദ്യയില് ഈ ഉണ്ണിയെ കൂട്ടണ്ട. ആ ഉണ്ണിക്ക് സ്ത്രീ സംബന്ധമായ വല്ല വിഷയങ്ങൾ കൂടുതലുണ്ടാ? ഇതെന്താ ഇപ്പൊ പറഞ്ഞതല്ലേ? അതാ പറഞ്ഞു, ചില കാര്യങ്ങള് നിന്റെ നാലാമിടത്തിരിക്കുന്ന കരുക്കള് അങ്ങനെ വന്ന് പറയാൻ പറ്റാതെ കണ്ട് മറ്റുള്ള ഉണ്ണികളെ കർണപടം മുഖാന്തരം നിനക്ക് പറഞ്ഞു തരുമ്പോ നീ അത് കേട്ട് അതുപോലെ നടക്കാതെ കണ്ട് വന്ന് വിനിയ നിന്റെ വില്ലുമ്പേലേക്ക് അവര് എടുത്തൂലേ ചിലതൊക്കെ? മനസ്സിലായി? ചോദിച്ചു. അത് തന്നെ ഞാനും ചോദിച്ചുള്ളൂ. നീ പറഞ്ഞ ഭാഷ എനിക്ക് അങ്ങനെ തിരിച്ചു പറയാൻ പാടില്ല, എന്നാലും എന്റെ ഭാഷയിലെ അവതരണം. അതായത് നീ നടത്തിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ നിനക്ക് കിട്ടേണ്ടതായ കർമ്മസ്ഥാനങ്ങള് നീ ശരിയില്ല എന്നും പറഞ്ഞ് ഞാനാ അവിടുത്തെ നെടുനായകം വഹിക്കുന്ന ആള്, അതിലും വെള്ളി കുറച്ച് ഞാൻ ഭംഗിയായിട്ട് ചെയ്തു തരാമെന്നും പറഞ്ഞ് ഈ പുതു ആണ്ടക്കുള്ള എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ കയറ്റിയെടുത്തിട്ടുണ്ടാവും. നീ അറിയോ? എന്താ വേണ്ടേ? അല്ല, നിന്റെ കർമ്മത്തിന് ദോഷമില്ലാതെ കണ്ട് ഞാൻ നടത്തി തരാം. ഞാൻ അതല്ല ചോദിച്ചു, എന്താ വേണ്ട? അതായത് നിന്റെ കൂടെ ഇരുന്ന് നിന്റെ ആദ്യ തൊട്ട് അവസാനം വരെ പുറത്തും അകത്തും നിന്റേതായ ശീലങ്ങളും നിന്റെ ഭവനത്തിലൊരു കൂടപ്പിറപ്പിനെ പോലെ കയറി നടന്ന ഉണ്ണി ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല. അതാ ചോദ്യം. എന്താ വേണ്ടത്? അതുണ്ടല്ലോ ഉണ്ണി, അതല്ല ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അതായത് നാലാമിടത്ത് എന്റെ അച്ഛനും എന്റെ മാതാവ് കുറവനും കുറത്തിയായിരിക്കും. അതിന്റെ അപ്പുറത്ത് കരുക്കളൊന്നും ഈ ഭൂമി മലയാളത്തില് വെച്ചാരാധിക്കുന്ന കരുക്കളിലൊന്നുമില്ല. എന്റെ അച്ഛൻ കുറച്ചു നേരത്തേക്ക് അർജുനന് പാശുപാത്രം കൊടുക്കാനായിട്ട് എന്റെ മാതാവ് വേടത്തിയുടെ വേഷത്തിലും അവതരിച്ച് അത് കൊണ്ടിടക്കുന്ന കല്ലുമുള്ള സമ്പ്രദായത്തില് ചില ഇല്ലങ്ങളിൽ അത് വെച്ചാരാധിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കാൻ മതിയാ. ആ ആലയത്തിന് വേണ്ട രീതിയിൽ കർമ്മം ഉണ്ടാവും. ഈ ചോദ്യം വരാനാ നിന്നോട് ഞാൻ ചോദിച്ചത്. മുൻകാലത്ത് നിന്റെ പിതാവിന്റെ പിതാവ് നല്ലവണ്ണം കൊണ്ടിടുന്നല്ല. എന്നിട്ട് എന്തേ ഇപ്പൊ പുതിയ ഉണ്ണികളൊക്കെ വന്നപ്പോ ആ പഴയതൊക്കെ അങ്ങോട്ട് മറന്നു അല്ലേ? വിളിച്ചാ വിളിപ്പുറത്ത അങ്ങേര് മനസ്സിലായില്ല. ആ ദേശത്തെ എന്തൊരു കാര്യം കുഞ്ഞുകുട്ടി പൈതങ്ങൾക്കോ നാൽക്കാലിക്കോ ഒരു ചരട് അല്ലെങ്കിൽ ഒരു ഇത്തിരി അന്നം പൂജിച്ച് കൊടുത്താൽ മതി, വേവലാതി തീരുന്നു. മനസ്സിലായില്ല? ഔഷധക്കാരൻ വരെ ഉദര സംബന്ധമായ ചില വേവലാതിക്ക് നിന്റെ പിതാവിനെ ആശ്രയിച്ചിരുന്നു. ഇപ്പോഴല്ല, കുറച്ചു കാലങ്ങൾക്ക് പിന്നില് അങ്ങനെയുള്ള പ്രൗഢിയുള്ള ഇല്ല. അത് എന്റെ അച്ഛനും മാതാവും കൂടിയുള്ള ഇല്ല, മറ്റുള്ള കരുക്കളിലല്ല. അത് മനസ്സിലായില്ല. അപ്പൊ നിന്നെ അങ്ങോട്ട് കയറ്റണില്ല. എന്താ വേണ്ട? കയറണ്ടായി. മനസ്സിലായില്ല? അവരുടെ വീട്ടിലാണ് ഇപ്പോ. അതെനിക്ക് മനസ്സിലായി. അപ്പൊ എന്റെ ഇല്ലത്തിരിക്കുന്നതുകൊണ്ട് എന്റെ ഭവനത്തിലേക്ക് കിടക്കാൻ പാടില്ല, അങ്ങനെ ഒരു ചിന്ത. മനസ്സിലായില്ല? ഭവനല്ലേ ഉള്ള കരുക്കളെല്ലാവർക്കും ഉള്ളതല്ലേ? ഏറിയ ഭവനങ്ങൾ ഉണ്ടല്ലോ ഇല്ലേ? എത്രയുണ്ട് മൊത്തം?
അല്ല, ഉണ്ണിയുള്ള കൂട്ടായ്മ എത്ര ഉണ്ടെന്ന്, നാലാമടുത്ത് എത്ര ഭവനുണ്ടെന്നാ ചോദ്യം. ഞാൻ അതല്ല ചോദിച്ചത്, മൊത്തം എത്ര ഭവനുണ്ടെന്ന്, അതിൽ കൂടി യോജിപ്പിച്ചു പോകുന്ന എത്ര നാലാം മേടങ്ങളുണ്ടെന്നാ ചോദ്യം. അവിടത്തെ അല്ല ഉണ്ണി ചോദ്യം, മൊത്തമായിട്ട് ഇതിൽ കൂടി കഴിഞ്ഞു പോകുന്ന ഉണ്ണികൾ എത്ര ഉണ്ടെന്നാ ചോദ്യം. ഒക്കെ ഈ തൊഴിലല്ലേ അധിക ഭാഗം? അതല്ലേ പറഞ്ഞു, അധിക ഭാഗം ഈ തൊഴിലല്ലേ എന്ന് ചോദിച്ചെന്റെ കാര്യതല്ലേ. നീ നിന്റെ ഇല്ലത്ത് എന്റെ അച്ഛനും അമ്മയ്ക്കും കൂടി ഒരു കർമ്മം കൊടുക്കും, നിനക്കറിയാവുന്ന രീതിയിൽ കൊടുക്കൂ. മനസ്സിലായ ഉണ്ണിയ ഇതിൻ്റെതായ തുടക്കം കുറിക്കുന്ന സമയത്ത് നിനക്കൊരു വീഴ്ചയ്ക്കുള്ള വില്ലും വേല ചെയ്തു വെച്ചിട്ടുണ്ടാവും. നീ മനസ്സിലായില്ല. നിന്റെ കൂടെ നടക്കുന്ന ഉണ്ണിയിൽ ചിഹ്ന ഭിന്നമായി 4-8 ദിക്കിലേക്ക് പോണം. മൊത്തം എത്ര പേരുണ്ട്? 4-8 ദിക്കിലേക്ക് പോണം. അപ്പൊ ആർക്കാ നാണക്കേട്? നാണക്കേട് തന്നെയല്ലല്ലോ. മനസ്സിലായില്ല. നീ കൊടുക്കേണ്ടി വരില്ലേ വെള്ളി? മനസ്സിലായി? ഉണ്ണി ചിഹ്ന ഭിന്നമായി പോയിരിക്കണം. അപ്പൊ ഉണ്ണി എടുത്തു നടത്തുന്ന ആ സമ്പ്രദായങ്ങളില് സമയത്ത് ആളെത്താതെ കണ്ടും പൂർത്തീകരിച്ചു കൊടുക്കാണ്ട് പറ്റുമ്പോ എങ്ങോട്ട് പോവും? തൊപ്പിക്കാരുടെ ആസ്ഥാനത്ത് പോവും. അതിന്റെ വാക്കുവാദം. അപ്പൊ ഉണ്ണി കൊടുക്കേണ്ടി വരും. ഉണ്ണിയെ എടുത്തു നടത്തുന്ന വെള്ളിയെ 10 ഇരട്ടി വെള്ളി കൊടുക്കേണ്ടി വരും. ദേഹോപദ്രം വേറെയും കിട്ടും ഇല്ലേ? ഇപ്പൊ ഇത്തിരി പേരുണ്ട് എൻ്റെ ഉണ്ണി. നക്ഷത്രം എന്ന് പറഞ്ഞ് കുഴപ്പമില്ല, സമയം മാറിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും കൂടി തീർത്ത് തന്നാൽ പോരാ. അതിന്റെ അപ്പുറത്തുള്ള ദോഷമുള്ള നിനക്ക് മനസ്സിലായില്ല. കുഞ്ഞാളുടെ നക്ഷത്രം എന്ന് പറഞ്ഞു ഉണ്ണിയുടെ നിയമാവലിക്ക് തീരുമാനവും ശരിയാവും. മനസ്സിലായില്ല. അപ്പൊ എനിക്കൊരു എല്ലാ ചിഹ്ന ഭിന്നമായി പോയ ഉണ്ണികളുടെ പേര് എത്ര പേരുണ്ട്? ഉണ്ണിയെ ഞാൻ ഈ കലഹണ്ടാക്കിച്ച് ഉണ്ണിയുടെ അടുത്ത് തെന്നിപ്പിരിഞ്ഞു പോയി ഉണ്ണിയുടെ കാര്യത്തെ വെച്ച് അങ്ങേരെ കൈലാച്ചാരോട് മനസ്സിലായില്ല. അങ്ങേരെ സൂത്രധാരനും ഇതിന്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കും പറഞ്ഞു നടക്കുന്നതും കാര്യങ്ങൾ. അതായത് ഉണ്ണി കുറച്ചൊക്കെ ആ ഉണ്ണിനെ വിശ്വസിച്ചു അല്ലേ? മനസ്സിലായില്ല. നീ ഏത് കാര്യങ്ങൾ എടുക്കുന്നതും അതിന്റെ വെള്ളിയും അതുപോലെ തന്നെ ചില സ്ഥലത്തേക്ക് ആ ഉണ്ണിനെ പറഞ്ഞയച്ച് വെള്ളി വാങ്ങിപ്പിച്ചിരുന്നു. മനസ്സിലായില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. അതിലേക്ക് ഒരു കൂടപ്പിറപ്പിനെ പോലെ നിന്ന് ആ ഉണ്ണിയെ, അപ്പൊ എല്ലാ സ്ഥലത്തെ കാര്യങ്ങളും കാര്യാദികളും ആ ഉണ്ണിക്ക് ഭംഗിയായിട്ട് അറിയാം. മനസ്സിലായി ആ ഉണ്ണിക്ക് ഞാൻ പറഞ്ഞത്? ശങ്കുത്ത് പോലുള്ള നാദല്ലേ? ഈ ഭാഗത്ത് വേവലാതി വരുന്നുണ്ടോന്ന് ചോദിക്കുക. അതെടുത്ത് അപ്പൊ ആ ഉണ്ണിയുടെ പേരിൽ 5 കർമ്മം, ഈ ഉണ്ണിയുടെ പേരിൽ 5 കർമ്മം, 10 കർമ്മം പ്രവർത്തിച്ചു. എന്റെ കർമ്മം കഴിഞ്ഞിട്ട് ഒരു ചെമ്പോലത്തെ കൂടെ ഉണ്ണിക്ക് കൊടുക്കും. അത് എപ്പോഴും കയ്യിലുണ്ടായിരിക്കും എന്ന് പറയാം. അതുപോലെ തന്നെ 30 നാൾ കൂടുമ്പോ ഒരു നാള് നീ നിന്റെ ഭവനത്തിൽ എൻ്റെ മാതാവിനും എൻ്റെ അച്ഛനും കൂടി ഒരു പത്മം വെച്ചൊരു പൂജാതി കർമ്മം കഴിച്ചു. അത് നിനക്ക് നിന്റെ പിതാവിന്റെ കാലത്ത്, അതിന്റെ പിതാവിന്റെ കാലത്ത് കിട്ടിയൊരു മുതല, ഒരു രക്ഷ. അത് തന്നെയാ. മനസ്സിലായില്ല. ആരൊക്കെ എങ്ങനെ വളഞ്ഞു അങ്ങേര് ഇതിന് മുമ്പ് പണിയെടുത്തിട്ടുണ്ട് ഉണ്ണിയെ വീഴ്ത്താനായിട്ട്. ഒന്നും പറ്റാത്തത് ഉണ്ണിന് ദശാന്തിന്റെ അതൊന്നും മാറി. അത് കൂടെ ഒന്നും പറ്റാതിരുന്ന എന്തുകൊണ്ടെന്നറിയോ? നിന്റെ സമുദായത്തിന്റെയും അത് തന്നെയല്ല, നിന്റെ കുലത്തിലെ നാഥൻ എൻ്റെ അച്ഛനാ, അങ്ങേരുടെ ബലത്തിലാ. മനസ്സിലായി? ഞാൻ അതിൽ പിന്നിലുണ്ട്. പോരെ? എന്നെയും എൻ്റെ ഏട്ടനെയും വിട്ടു ദ്രോഹിക്കാൻ ഞാൻ ദ്രോഹിച്ചിട്ടില്ല ഉണ്ണിയെ. എൻ്റെ ഈ ആയുധമാണ്, എൻ്റെ മാതാവ് എന്ന ആയുധമാണ് എൻ്റെ പണിക്കരില്ലത്ത്. ഇതേ സമയത്ത് ഇതേ നേരത്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെ ഉച്ചയൂണം കഴിഞ്ഞ് കിഴക്കും തിരിഞ്ഞ് മാതാവ് തന്ന കുറുവടി എന്നായതെടുത്ത് ഞാൻ നാനാജാതി മതക്കാരോട് കാര്യങ്ങൾ പറഞ്ഞ് കാര്യം നടത്തി എൻ്റെ കിട്ടാക്കടം ഞാൻ വാങ്ങിക്കണമെങ്കിൽ ഉണ്ണിയുടെ ഇല്ലത്തേക്ക് ഞാൻ വന്നിട്ടില്ല. മനസ്സിലാവണ്ട? എന്നെ വിട്ടു ഞാൻ വന്നിട്ടില്ല.
എന്നെ വിട്ടിട്ട് ഞാൻ വന്നിട്ടില്ല എന്ന് എന്താണെന്ന് അറിയാം ഉണ്ണിയെ? അത് എന്റെ അച്ഛൻ ഇരിക്കുന്നവരില്ല. അതുകൂടാതെ കണ്ട് നിന്റെ പിതാവിന്റെ പിതാവ് ഒരു ഇല എനിക്ക് വെച്ച് തന്നിരുന്നു. അന്നം ഒരു ഇല, മനസ്സിലാവണ്ട, നിനക്ക് പറയാ മനസ്സിലാവുന്ന ഭാഷയിൽ അൻ്റവൻ. ഒരു ഇല എനിക്ക് എന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം എനിക്കിട്ട് തന്നിരുന്നു. അതിന്റെ ആ എണ്ണം കഴിച്ചതിന്റെ ഒരു പ്രത്യുപകാരം. നിന്നെ വീഴ്ത്താൻ നോക്കിയിട്ട് ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വന്നിട്ടില്ല. ഇപ്പോഴും ആ ഉണ്ണി ആ കെട്ട് വിട്ടിട്ടില്ല, മനസ്സിലായില്ല? ആ ഒരു വാക്കും വചനം ഇപ്പോഴും വിട്ടിട്ടില്ല എന്ന്. കർമ്മം കഴിഞ്ഞിട്ടേ ഒരു കൊക്കടത്തിനെ വാങ്ങിച്ച് അന്നം കൊടുത്ത് നിർത്താം, എല്ലാ സന്താനങ്ങളെയും മുഴിഞ്ഞേക്കാം, മനസ്സിലാവണ്ട? ഈ രണ്ട് ഉണ്ണി സന്താനങ്ങൾക്ക് ഇത്തിരി സമയദോഷമുണ്ട്. അതായത് നക്ഷത്ര സംബന്ധമായി എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും മുടക്കം കൂടാതെ കണ്ട് ഒരു ചൊവ്വാഴ്ച ക്ഷീരമാണെങ്കിൽ ഒരു ചൊവ്വ ഇളനീര് അങ്ങനെ മാറ്റി മാറ്റി കൊടുത്തേക്കണം, മനസ്സിലാവണ്ട? പേര് ദോഷം കിട്ടി ചിഹ്ന ഭിന്നമാവണം, അതിനൊക്കെ ചിന്തയുണ്ട്. ഒരു നേരം അന്നം നീ വെച്ച് കൊടുത്തല്ലേ, അതിന്റെ ബദൽ നിനക്ക് കിട്ടണ്ടേ, മനസ്സിലായില്ലേ? കൂടപ്പറപ്പിനെ പോലെ നിർത്തി നീ ഒരു നേരം അന്നം വിളമ്പി കൊടുത്തല്ലേ, അതിന്റെ വഴി നിനക്ക് കിട്ടണ്ടേ, മനസ്സിലായില്ലേ? ഇത് നിന്നെ പോലുള്ള ഉണ്ണികൾക്ക് ഒരു പാടാ, മനസ്സിലാവണ്ട ഉണ്ണി? അതല്ല, ഒരു ഭാഗം വീണ് കിടക്കണം. അതുപോലെ തന്നെ പറഞ്ഞ സമയത്ത് പറഞ്ഞ നേരത്ത് ഉണ്ണികൾ എത്തിപ്പെടാൻ പാടില്ല. അപ്പൊ നാണക്കേടും ഈ കണ്ട കാലം നിന്റെ പിതാവിന്റെ പിതാവിന്റെ കാലത്ത് ഉണ്ടാക്കിയ ആ പേരും പ്രശസ്തിയും അതോടുകൂടി തീർന്നു ഉണ്ണിയെ, മനസ്സിലായ? അതോടുകൂടി തീർന്നു. ഇനി നിന്റെ കൂടെ നിൽക്കണം ഉണ്ണിയുള്ള പേരൊക്കെ എഴുതി കൊടുത്ത കേട്ടാ. നാല് ഭാഗത്തെ ഭവനത്തിന്റെ നാല് ഭാഗത്തൊരു നുള്ളുമണ്ണ് ഒരു കൊക്കടത്തിന് ഭവനത്തിൽ വാങ്ങിച്ചു നിർത്ത 7 നാള് പുലർക്കാലെ എല്ലാവരും സങ്കല്പിച്ച് നീ അന്നം കൊടുത്തേക്കാം. അതുപോലെ തന്നെ സന്ധ്യ സമയത്തും അന്നം കൊടുത്തേക്കാം. എന്നിട്ട് പറഞ്ഞേക്കാം എന്റെ കണ്ടത്തിലും ഇന്ന് കിട്ടിയതായ ഉണ്ണിക്കും എന്റെ ഉദരത്തിൽ പിറന്നതായ ഉണ്ണി സന്താനങ്ങൾക്കും ആപത്ത് കൂടാതെ കണ്ടും അങ്ങേര് ചെയ്യുന്ന കർമ്മത്തിനും കർമ്മസ്ഥാനത്തിനും അതിന്റെ വില്ലും വേലയ്ക്കും വല്ലിക്കൂലിക്കും ഏത് ഇല്ലത്ത് പോയാലും ഏത് 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 കാര്യങ്ങൾക്കും ആ ഉണ്ണി സന്താനം ഇറങ്ങി തിരിച്ചാൽ തുണയായിട്ട് നിന്ന് മായക്കാരനും എന്റെ മലവാരകരുക്കളായ ആ കുറവനും കുറത്തിയും ഒപ്പം നിന്ന് കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി പേരും പ്രശസ്തി ഉണ്ടാക്കി കൊടുത്തേക്കണം എന്ന് പറയാം. ഞങ്ങളോടും ഞങ്ങളുടെ ഭവനത്തിനോടും എന്റെ മുന്നിൽ കിട്ടിയതായി ഉണ്ണിക്കും ആരൊക്കെ എന്തൊക്കെ ആഭിചാരമായ പ്രവൃത്തികൾ പ്രവർത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ തീർന്നു പോണെന്നും പറഞ്ഞു ഒഴിഞ്ഞു കാഞ്ഞ് 2 നേരം അന്നം കൊടുത്തേക്കാം. കൊക്കടത്തിന് ഭവനം വിട്ട് പുറത്തേക്ക് ചിറ്റിക്കയാമ്പെടരുത്, കെട്ടിയിട്ടേക്കണം. 7ാമത്തെ നാള് ഒരു മധു ഭവനത്തിന്റെ 4 ഭാഗത്തൊരു നുള്ളു മണ്ണ് ആ ഉണ്ണി സന്താനങ്ങളെ വിട്ടൊഴിഞ്ഞു പോയ ഉണ്ണിയുള്ള പേര് നിന്റെ നാമോദയം നക്ഷത്രം, ഭവനത്തിലുള്ളവരുടെ നാമോദയം നക്ഷത്രം, ഒരു കോടിയാട, ഒരു പാത്രം നെയ്യ്, ഇതൊക്കെ കൊണ്ടുവന്നേക്കെ. എല്ലാ ചൊവ്വാഴ്ചയും ചിങ്ങമാസം തീരുന്നവരെ ഈ ഉണ്ണിയുള്ള പേരില് അടുത്ത എന്റെ മയിൽവാഹന്റെ ആസ്ഥാനത്ത് ചൊവ്വാഴ്ച അടുത്ത ചൊവ്വാഴ്ച മുടക്കം കൂടാക്കേണ്ട എല്ലാ ചൊവ്വാഴ്ചകളും മാറി മാറി ഒരു നേരം ക്ഷീരമാണെങ്കിൽ ഒരു നേരം വെള്ളനീര് മാറി മാറി കൊടുത്തേക്കണം കേട്ടോ. നിനക്ക് ഞാനൊരു നക്ഷത്രം ഇത് കൊണ്ടുവന്നു. അതുപോലെ തന്നെ 30 നാള് കൂടുമ്പോ ഒരു നാള് എന്റെ കുറവനും കുറത്തേക്കും, അതായത് എന്റെ അച്ഛനും അമ്മയ്ക്കും കൂടി നിന്റെ സങ്കല്പത്തിൽ മുൻകാലത്ത് എങ്ങനെ വെച്ച് അറിയോ അത് അത് മതി, അറിയോ? ആലയത്തിൽ ചെയ്തേക്കണം എന്ന് പറഞ്ഞു. ഇതിപ്പോ ആലയത്തിലേക്ക് നിന്നെ കടത്തിലില്ല ഉണ്ണി. അപ്പൊ എന്ത് വേണം? അതായത് ഞാനുള്ള സമയം വരെ തരുള്ളൂ എന്ന് പറയാ. എനിക്ക് എന്നാ ഇല്ലത്ത് വന്ന് ചെയ്യാൻ പറ്റുന്നു അന്ന് അവിടെ തരും, അതുവരെ ഇവിടെ തരും, മനസ്സിലായില്ല? അതുവരെ ഇവിടെ തരുന്നു. സ്വാമി പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ വീട്ടില് ഈ സാധനം വെച്ച് ആളെ വിളിച്ചു കഴിഞ്ഞാൽ ആൾക്ക് കൂടുതൽ താല്പര്യമാണ്. ആളെ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇപ്പോഴും അനുകൂലം ഇല്ലായിരിക്കില്ല ഉണ്ണിയ. ഉണ്ണിനെ വീഴ്ത്താൻ നോക്കിയിട്ട് വീണില്ല. 8 18 അങ്കുലം നിന്റെ കെട്ടിയതാ. അതെല്ലാം ഞാൻ നിന്നോട് ഈ ഭാഗം കണ്ട് നിനക്ക് വേവലാതി വരണ്ടോന്ന് ചോദിച്ചെന്താ? ഈ സ്ഥാനത്ത് തരിപ്പ് മൂടിക്കെട്ട് ഈ ഭാഗത്ത് കുറച്ചു നേരം നിൽക്കുമ്പോഴേ അത് തന്നെ. അതിന് നിന്റെ 8 ആധാരം 18 അങ്കുല ഒരു ഉണ്ണി സന്താനത്തിന്റെ ശരീരം, മനസ്സിലാവണ്ട? അത് കെട്ടിപ്പൂട്ടി വെച്ചേക്കാം അങ്ങേര്. എന്നിട്ടും രക്ഷയായിട്ട് വന്നത് ഞാനും എന്നെ ദ്രോഹിക്കാൻ വിട്ടിട്ട് ഞാൻ സഹായിക്കാനാണ് നിന്ന്.
മനസ്സിലായില്ലേ ഉണ്ണി? എന്നെ ദ്രോഹിക്കാൻ പറഞ്ഞിട്ട് ഞാൻ സഹായിക്കാനെന്ന് എന്നുവെച്ചാൽ അപ്പുറത്തെ എതിരാളി ആരെന്നറിയാം, എൻ്റെ അച്ഛനും അമ്മയാ. അപ്പൊ പിന്നെ അത് പറ്റുമോ? എനിക്ക് ഇല്ല. അപ്പൊ എന്നെയും കൂടി അച്ഛൻ പിടിച്ചു നിർത്തി, നീ വന്നതല്ലേ, നീ ഒന്നും ചെയ്യണ്ട, നീ ഇങ്ങേർക്ക് രക്ഷയായിട്ട് നിന്നേക്കാൻ പറഞ്ഞു. ഞാൻ ഇന്ന് വരെ രക്ഷയായിട്ട് നിന്നിട്ടുള്ളൂ എന്നാ പറഞ്ഞത് സാർ. അപ്പോ മുൻകാലത്ത് നിന്റെ പിതാവിന്റെ പിതാവ് നീ പറഞ്ഞില്ലേ കള്ളും തവിടും സമ്പ്രദായത്തിൽ കർമ്മം കൊടുത്ത് നീ സങ്കല്പിച്ച എങ്ങനെ ഞാനുള്ള കാലം വരെ, എനിക്ക് ഓർമ്മ നശിക്കുന്ന കാലം വരെ എന്ന് ആ ഇല്ലത്ത് കയറി പറ്റുന്നു, അതുവരെ ഞാൻ തന്നേക്കാം. അത് കഴിഞ്ഞാൽ ഇല്ല. മനസ്സിലാവണ്ട? എനിക്കും എൻ്റെ കർമ്മത്തിനും തുണയായി നിന്നേക്കണം, എൻ്റെ ഭവനം കാത്തേക്കണം. ഇത്രേ വേണ്ടു. എന്തെങ്കിലും പൊതിഞ്ഞു വെച്ചിട്ടുണ്ടോ അവിടെ ഉണ്ണി? എവിടെയെങ്കിലും? എന്നോടാ ചോദ്യം. ഇങ്ങോട്ട് കയറി നിൽക്ക്, ചോദിക്കട്ടെ. എവിടേക്കാ? ഇപ്പൊ എന്തേ? ഇപ്പൊ ചോദ്യം ഉത്തരം ഒരു വഴിയിൽ വന്ന് നിന്നാ. നിന്റെ ഇല്ലത്ത് ഞാൻ എന്താ? നിന്റെ നാലാമടത്ത് ഞാൻ എന്താ? ഉണ്ട്. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞുള്ളൂ. അപ്പൊ നീ എന്റെ പണിക്കാരെ ഇല്ലത്തേക്ക് ഒഴിഞ്ഞു വെച്ചു, അത് കൊണ്ട് കൊടുക്കട്ട. അതായത് നിന്നെ ദ്രോഹിക്കാനും ദോഷം ചെയ്യാനും പ്രവർത്തിക്കാൻ ഞാൻ വന്നപ്പോ എന്റെ മാതാവും അച്ഛനും കൂടി എന്നെ പിടിച്ചു നിർത്തി, നീ ഇവിടെ ഉള്ളതാ, നീ പിന്നെ എന്തിനാ ദ്രോഹിക്കാൻ വരണേ? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ അച്ഛനോട്? എനിക്കിവിടെ കടിച്ചു പറിക്കുന്നതും വാരി തിന്നതൊന്നുമില്ല. മനസ്സിലായില്ല? കടിച്ചു പറിക്കുന്നത് മനസ്സിലായി? അതുമില്ല, വാരി തിന്നണത്. എന്റെ കവിള് നിറയോളം തവിടുമില്ല, മധുമില്ല. പിന്നെന്തിനാ ഞാൻ മുൻകാലത്ത് തന്നെ അങ്ങനെ ചെയ്ത് ഞാനിട്ട് കാര്യങ്ങൾക്ക് പറഞ്ഞു വെച്ചല്ലേ. ഇപ്പൊ എന്തുകൊണ്ട് അത് മാറി? അപ്പൊ ഞാൻ മാറിയാ? ഇല്ല, ഉണ്ണികളല്ലേ മാറിയുള്ളൂ. അപ്പൊ എനിക്കതൊന്ന് തന്നേക്കാ. എനിക്കും എൻ്റെ മാതാവിനും വെക്കുമ്പോ അതിൻ്റെ അടുത്ത് ഒരു ദിവസനയിൽ എനിക്കും എൻ്റെ കർമ്മം ചെയ്ത് നീ കൊണ്ടിടുന്നു. നിന്റെ കൂടെ ഞാനുണ്ട്. കർമ്മം കഴിഞ്ഞ് എൻ്റെ ചെമ്പോലത്തെ ഇട് കൊടുത്തു, ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ മലനാട് സ്ഥലത്തേക്ക് കർമ്മം ചെയ്യുന്നത് തന്നെ ഒരു കല്ല്, അതുപോലെ തന്നെ പൂവ്, അതുപോലെ തന്നെ പൊടി, സാമഗ്രിയും കൂടി പണ്ട് നിങ്ങൾ കാരണന്മാർക്ക് ഇതുണ്ടായിരുന്നു. അത് ചെയ്യണം. അപ്പോൾ സാമിനെ വിട്ട് ചോദ്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എതിരാളി. പക്ഷേ സാമി നിങ്ങൾക്ക് സഹായത്തിന് നിന്നിട്ടുള്ളൂ. ഇതുവരെ ചോദ്യം ചെയ്യാൻ വന്നിട്ടില്ല. അപ്പോൾ സാമി കാണാതെ വെച്ചാൽ ദോഷങ്ങൾ തീർക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഉണ്ണിയുടെ ദേശത്ത് 4 വേദക്കാരുടെ വല്ല ഇല്ലുണ്ടോ എന്ന് നോക്കി. മുസ്ലിം പള്ളിയിൽ അപ്പൊ ഇനി വരുമ്പോ ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ പോലെ 18 അങ്കുലം കെട്ടിട്ട് കാത്തില്ല. അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ പോലെ എവിടേക്കാ? അതല്ലേ നല്ലത്. അപ്പോ ഒരു പച്ചപ്പൊട്ട്, ഒരു ചന്ദ്രക്കല, അതിന് ഭവനത്തിന്റെ 4 ഭാഗത്തിരുന്നുള്ള മണ്ണ് എല്ലാവരെയും മുഴിഞ്ഞ് ഓരോ പിടി വെള്ളി എണ്ണരുത്. മനസ്സിലാവണ്ട? ഒരു പുരുഷ പ്രതിമ 5 ഇതാ, അത് കൂടി കൊണ്ടുപോകും. എന്നിട്ട് എൻ്റെ കർമ്മം കഴിഞ്ഞ് നീ ആ വഴിക്ക് പൊക്കും. എൻ്റെ ചെയർമാൻ്റെ ആസ്ഥാനം അറിയില്ലേ? അവിടെ കൊണ്ടുപോയിട്ട് ഓരോരുത്തരുടെ പേരിലും മയ്യഞ്ച് ജാസിനും പൊതിച്ചേക്കണം. ഈ പൊട്ടും ചന്ദ്രക്കലയും കൂടി അങ്ങനെ എടുത്തൊക്കെ കൊടുത്തിട്ട് പറയാം, ആ കബറൊന്ന് മൂടണമെന്ന് പറയാം. കബർ മൂടിത്തരും. മനസ്സിലായി? നിന്നെ കബറിൻ്റെ ഉള്ളിലാക്കാൻ പോയപ്പോൾ ആ ഉണ്ണിനെ കബർ ഞാനൊന്ന് മൂടിക്കണ്ടേ? നിന്റെ 18 അങ്കുലം കെട്ടി കഴിഞ്ഞില്ലേ? എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? ഇവരെന്ത് ചെയ്യും? നീയല്ലേ ആ ഭവനത്തിന്റെ നാഥൻ, നീയല്ലേ? നീ കൊണ്ടുവരണ്ട അന്നം കഴിക്കാൻ. അപ്പൊ നിന്ന് കൊണ്ടുവരാണ്ട് നിന്നെ കബറിനുള്ളിൽ, അതായത് നിര്യാണം വന്ന് കിടക്കുമ്പോൾ നീ കിടന്നേക്കണം. മനസ്സിലായോ നിനക്ക്? ഞാൻ പറഞ്ഞ കാര്യം നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ പ്രവർത്തിച്ചപ്പോ അത് തീരാൻ അവിടെ തന്നെ തീർക്കണ്ടേ? എനിക്ക് തീർക്കാൻ എൻ്റെ അച്ഛന് തീർക്കാൻ പറ്റണ്ടല്ലോ. പക്ഷേ ഉണ്ണിസന്താനങ്ങൾ എനിക്കൊന്നും ആ ഇല്ലത്ത് തരണില്ല. നിന്റെ പിതാവിന്റെ ഉള്ളം കയ്യിലിരുന്ന എൻ്റെ അച്ഛനും മാതാവും. മനസ്സിലായ? അകന്തുടയിലടിച്ചാലേ അപ്പൊ കാണിച്ചു തരും. അങ്ങനത്തെ മുതലാ എൻ്റെ അച്ഛൻ. അവിടെ ആ ദേശത്ത് പേരുണ്ടായിട്ട് മനസ്സിലായി അതല്ലേ? 4 കാലികൾക്ക് എന്തെങ്കിലും ദോഷം, കുഞ്ഞുകുട്ടിപ്പോയി നിങ്ങൾക്ക് ഉദര സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷം വന്നാലേ ആ പിതാവ് എന്തെങ്കിലും ഒന്ന് ജപിച്ച് കൊടുത്താൽ മതി. ഉണ്ണിയെ ഒരു ഔഷധക്കാരൻ്റെ ഇല്ലത്തും കൊണ്ടാ അങ്ങനത്തെ ഒരു മുതലിരിക്കണ ഇല്ല. ആ ഇല്ല. മനസ്സിലായോ? ഉണ്ണികളെ ചിങ്ങം വരെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ആരാ മകം നക്ഷത്രക്കാരി? നല്ല കൂട്ടുകെട്ടിൽ പൊക്കോളണം. മനസ്സിലാവില്ല? ഉണ്ണിയുടെ നക്ഷത്രം എന്താ? 2 പേരും ശ്രദ്ധിച്ചേക്കണം. മനസ്സിലായില്ലേ? നാണക്കേടിനുള്ളൊരു വഴി ഉണ്ട്. മനസ്സിലായ? ഉണ്ണിൽ തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ഓരോരോ ഭാഗം വെട്ട എങ്ങനെയാ? ഒരു മരത്തിന്റെ 4 ഭാഗത്തേക്കും പോയി ചില്ല ഓരോന്ന് വെട്ടേ കഴിഞ്ഞില്ലേ? മനസ്സിലായ? അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഉണ്ണികൾക്കും കൂടി ഒരു മാനക്കേട് വന്നാലേ അപ്പൊ ഇത് കഴിഞ്ഞില്ലേ? മനസ്സിലായ ഞാൻ പറഞ്ഞു?
ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടാ. ഉണ്ണികൾ മോശം എന്നല്ല ഞാൻ പറഞ്ഞ്, ഉണ്ണികൾക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ഞാൻ ചെയ്തു തന്നേക്കാം. ഞാൻ എന്താ പറഞ്ഞ്, ചിങ്ങം വരെ ഒന്ന് ശ്രദ്ധിച്ച് നടന്നേക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മനസ്സിലാവണ്ട. ചെമ്പോലത്തകടെ എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം എന്ന് പറയാ. മനസ്സിലാവണ്ട. 4 ഭാഗത്തൊരു നുള്ളു മണ്ണ്, ഒരു കൊക്കിടം, അതിനെ 7 നാൾ നിർത്തിക്കും. നീ നല്ലവണ്ണം പ്രാർത്ഥന വെച്ചു. എന്നിട്ട് ആ ഉണ്ണിയുള്ള ഭവനത്തിന്റെ കിഴക്ക് വശത്ത് അങ്ങനെ എൻ്റെ അച്ഛൻ്റെ ആലയുണ്ടാ. ആ തട്ടകത്തോടൊപ്പം അതിലെ കടന്നു പോകണ്ട. അറിയോ, ഉണ്ണിയുള്ള ഭവനത്തിൽ കൂടെ കടന്നു പോകണ്ടെന്ന് കേട്ടിട്ടുണ്ടാ? തേർ വീഴ്ചില്ലെന്ന് കേട്ടിട്ടുണ്ടാ? അപ്പൊ മതി. അതല്ല, അന്നത്തിന് കുറവ് വരുത്തുന്നില്ല. ഇത്രയൊക്കെ അങ്ങേരെ മറ്റുള്ള കരുക്കളെ വെച്ച് പ്രവർത്തിച്ചിട്ടും പാതാളജിന്റെ കപ്പിനും ഉമ്മച്ചാത്തനെ കരുക്കളി എന്നിട്ട് മടിക്കാൻ പറ്റിയില്ല. എന്താന്നൊരു ഉമ്മറക്കോലായാൽ ദീപം കത്തിച്ച് വെക്കുന്ന സമ്പ്രദായം ഉണ്ടാവും ഉണ്ണിയ നിനക്ക്. ചൊവ്വ വെള്ളി ദിനത്തിൽ കുറച്ചു നേരം ഇരുന്നോട്ടെ, ഭവനത്തിൽ അശുദ്ധി ഒന്നും നോക്കണ്ട. മനസ്സിലാവണ്ട. നീരാട്ട് കഴിഞ്ഞു മുന്ന് 2 നേരം ഇല്ലെങ്കിലും 1 നേരം, അതായത് സന്ധ്യ നേരത്ത് ചൊവ്വ വെള്ളി ദിനത്തിൽ ഉമ്മറക്കോലായിൽ ദീപം കത്തിച്ച് വെക്കുന്നത് നേരത്ത് പറഞ്ഞേക്കാം. തട്ടകം കാക്കുന്നോടപ്പുറന്നവളെ നിന്റെ അച്ഛനെ കാണാൻ, നിന്റെ അച്ഛനോട് പരിഭവം പരാതിയും പറഞ്ഞ് അച്ഛന്റെ കയ്യിൽ നിന്ന് ഉരുളച്ചോറ് വാങ്ങിക്കഴിക്കാനായിട്ട് എന്റെ മണ്ണിൽ കൂടി കടന്നു പോകുമ്പോ ഞങ്ങൾ കത്തിച്ച് വെക്കുന്ന ദീപം നീ കണ്ടുപോക്കോളാം. നിന്റെ കാൽപാദത്തിൽ ഒരു പൊറലേൽക്കാതെ കണ്ട് തിരിച്ചു വരുന്ന നേരം വരെ, ഇത് ഞങ്ങൾ ഈ മണ്ണിൽ വസിക്കുന്ന കാലം വരെ ഉമ്മറക്കോലായിൽ കത്തിച്ച് വെച്ചേക്കും. അപ്പോ എന്നെയും എന്റെ മിന്നുകെട്ടിന് ഉണ്ണിസന്താനത്തിനും ഞാൻ ഉദരത്തിലിട്ട് 9-10 മാസം പോറ്റി വളർത്തി കുഞ്ഞുകുട്ടി പൈതങ്ങൾക്കും എനിക്ക് ആടയാഭരണങ്ങൾക്കും കുറവില്ലാതെ കണ്ട് കാത്തേക്കണം എന്ന് പറഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്നോട്ടെ. ചൊവ്വ വെള്ളി ദിനത്തിൽ കുറച്ചധികം നേരം ഇരുന്നോട്ടെ. ഉമ്മറം കോലായി കേട്ടാ. ഉമ്മറം ശുദ്ധി വരുത്തിയിട്ട് വേണം ചോദിക്കാൻ. ചൊവ്വ വെള്ളി മീതുള്ള ദിവസത്തെ കണക്ക് ഞാൻ പറയുന്നില്ല, അതങ്ങനെ ഒരു ചിട്ടാക്കിക്കൂട്ടെ കേട്ടോ. ആ മണ്ണ് നല്ലതാ. 3 കിടപ്പ് മുറിയാ. ആ ഒക്കോ നീ ആ ഭവനം വിൽക്കാനല്ല വല്ല നിശ്ചയം ഉണ്ടായ? അല്ല, അങ്ങനെ വല്ല ചിന്ത എങ്ങനെ മനസ്സിലുണ്ടാ? മണ്ണൊന്ന് വിറ്റ് ഇങ്ങോട്ട് എവിടേക്കെങ്കിലും നീങ്ങണമെന്ന് വല്ല ചിന്ത ഉണ്ടായ? കുറച്ച് ഇങ്ങോട്ട് കയറണമെന്ന് വല്ല ചിന്ത ഉണ്ടായോന്ന്? നീ തങ്ങിപ്പാർക്കുന്ന മണ്ണേ അത് വിറ്റ് ആ ഭവനടക്കം വിറ്റ് കുറച്ച് വഴിയിലേക്ക് കയറി വരണമെന്ന് വല്ല ചിന്ത ഉണ്ടായ നിനക്ക്? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ചോദ്യം നല്ല ഞാൻ ചോദ്യം പറ്റേ. നീ പോണ്ട. അതെ, നീ ഉണ്ടാക്കിയ മണ്ണൊന്നല്ല അത്. ആണാ? അതല്ല എന്റെ തട്ടകത്തോടൊപ്പം പോണതും എന്റെ അച്ഛനമ്മയും കാവലെ നിന്ന മണ്ണ. അങ്ങേരെ പൊരിഞ്ഞുണ്ടാക്കിയത് ആരാ? അവിടെ നിന്നിട്ട് ദോഷമൊന്നുമില്ല നിനക്ക്. ഇതിനെ കൊണ്ടുവന്നത് ഞാൻ തന്നെയല്ലേ. ഇതിനെ കൊണ്ടുവന്ന് നീ വേറെ കണ്ടതല്ലേ. ഇനി ആ കഥയും പുരാണം ഞാൻ പിന്നിലേക്ക് പോണില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇട്ടാ. ദോഷമൊന്നുമില്ല നിനക്ക്. പൊക്കോ, ഞാനുണ്ട്. ആ വിധിച്ചിരിക്കുന്ന സമയത്തും ഭവനം വിട്ടിറങ്ങുന്ന സമയത്തും എന്നെയും എന്റെ അച്ഛനും എന്റെ മാതാവിനും സങ്കല്പിച്ചേക്കാം. മനസ്സിലായി? മലനായാടി മലം കുറുത്തി, അതാണ് മലവാരക്കരു. എന്റെ അച്ഛൻ നല്ലവണ്ണം സങ്കല്പിച്ചേക്കണം. പിന്നിൽ ഞാനുണ്ട് ഇന്ന് തൊട്ട്. മനസ്സിലാവണ്ട. ഉണ്ണികൾക്കൊരു മാനക്കേട് വരുത്താൻ ഒരു പ്രവൃത്തി പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ല വീഴ്ത്താൻ പറ്റുള്ളൂ. മനസ്സിലാവണ്ട. ശ്രദ്ധിച്ചേക്കണം. ഉണ്ണി ഒരു നോട്ടുണ്ടായിരിക്കണം മുന്നിൽ. അല്ല, അതെല്ലാം ഞാൻ കാത്തേക്കാന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ചിങ്ങപ്പുലരി വരെ ഇത് മിഥുനമായിട്ടുള്ളൂ. ഇനി കർക്കിടകം കെടുക്കാം. 60 ദിനമുണ്ട്. അതിനകത്ത് 60, അതായത് 2 കറുത്ത ദിനം, അതായത് 3 കറുത്ത ദിനം തന്നെ കൂട്ടിപ്പോ 90 ദിനം കൂട്ടിപ്പോ കേട്ടാ. ഭയങ്കര കടക്കം വീട്ടിൽ. ഞങ്ങൾക്ക് ഇത് എന്താ ചെയ്യേണ്ട നിന്നോട് ഞാൻ ചോദിച്ചതല്ലേ, ആ ഉണ്ണി നല്ലതാ. നീ കുഴപ്പം നിന്റെ മനസ്സിന്റെ ആ
നീ മോശമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചിന്തിക്കരുത്. നിന്റെ മനസ്സെ ഒന്ന് ബലപ്പെടുത്തും. ഇത് ഇന്നേക്കും നാളേക്കല്ല, ഏറെ കാലത്തേക്കുള്ള ആ ഉണ്ണി നല്ലതാ. ആ അത് പാടില്ല, അതല്ലേ പറഞ്ഞു. ആർക്കാ എന്തിനാ സംശയം? അമ്മയ്ക്കാണ് സംശയം. അത് പിന്നെ ഞാനും ചോദിച്ചുള്ളൂ. എന്തിനാ? ഞാനല്ലേ കണ്ടുപിടിച്ചെന്ന്. നല്ല ഉണ്ണിയാ, മതിയാ. നീക്കല്ലല്ലോ മംഗല്യം കഴിക്കും. നിനക്ക് പിന്നെ എന്താ കുഴപ്പം? ചേച്ചി ഇങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു വഴിക്ക് എന്റെ പോത്തായിട്ട് അങ്ങോട്ട് ചെന്ന് ഒരു വഴിക്ക് കൊണ്ടുവന്ന് കുറ്റടിച്ച് കെട്ടുമ്പോ നീ ആ വഴി തെറ്റിച്ച് വിട്ടാ പിന്നെ എങ്ങനെ ചെയ്യാവാ? നാളെ കൺഫ്യൂഷൻ ആയിട്ടല്ലേ അത് പേര് ഉണ്ണിയത് നല്ലതാ, നീ കൈ പിടിച്ചു. എനിക്ക് അത്ര പറയണു. ഇതൊന്നും നോക്കണ്ട, നമ്മുടെ കാര്യം നോക്കണ്ട. മനസ്സിലായ? ആ അത് തന്നെ കുഴപ്പം. ഇത് തന്നെ എന്റെ ഉണ്ണിയെ ശരിയല്ലേ? ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലേ ഉണ്ണിയെ? ഉണ്ണിയുടെ ചോദ്യം ഈ ചുമട് ഞാൻ തലയിൽ വെച്ചല്ലോ അല്ലേ? ചില നേരത്ത് പറയാറില്ലേ, ഇതിനു മുൻപ് ഇതിന്റെ ശീലം ഇങ്ങനെയാന്ന് പറഞ്ഞ് ഞാൻ കൈ പിടിക്കില്ലായിരുന്നു. തോന്നിക്കണ്ട, പറഞ്ഞിട്ടുണ്ട അങ്ങനെ. അപ്പോ ഉണ്ണി എന്തിനാ? ഞാൻ എത്ര വേണ്ട കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്തു തരുന്നു, മനസ്സിലാവണ്ട. ഞാൻ ഒന്നും അറിയാതെ കണ്ട് ആ പറമ്പിൽ എന്റെ പോത്തിനെ കൊണ്ട് കെട്ടില്ല. നല്ലതാ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ ആ ഇല്ലത്തേക്ക് കാര്യങ്ങൾ ചെയ്യാ. നല്ല ഉണ്ണിയെന്ന് പറഞ്ഞില്ലേ, പിന്നെ നിനക്കെന്താ പേടി? ഞാനെല്ലാം നോക്കിക്കോളാം. പിന്നെന്താ? ഇന്ന് തൊട്ട് ആ ഒരു ചിന്തയും പാടില്ല എന്ന് പറഞ്ഞ എന്റെ ദീപം തൊട്ട് സത്യം പറഞ്ഞു. ഭവനത്തിൽ എന്നിട്ട് പിന്നെ നിന്റെ ശീലമായി ഞാൻ സമ്മതിക്കില്ല. ഞാൻ നടത്തി തരാന്ന് പറഞ്ഞ് ഞാൻ ആ കളത്തിൽ എന്തിനാ ഇറങ്ങിയേ? പിന്നെ നീ എന്തിനാ അതിനകത്ത് കയറി കളിക്കണേ? ഞാനല്ലേ അങ്ങോട്ട് നേർവഴിക്ക് പോണേ. അപ്പൊ എന്റെ ദിശ എന്തിനാ തെറ്റിച്ച് വിടണമെന്ന ചോദ്യം, മനസ്സിലായ? അതിന്റെ കുഴപ്പക്കാരി നീ തന്നെയാ അല്ല ഉണ്ണി? അപ്പൊ ഉണ്ണി ഒന്നിനുമില്ല. എന്തിനെന്നറിയോ? ഇത് ഇങ്ങനെ തന്നെയാ, മനസ്സിലായില്ല അല്ല ഉണ്ണിയ? ഇതിനെ കൊണ്ടുവന്നാലും ഈ നേരക്കാലായിട്ട് ഒരു മാറ്റമില്ല. അത് അങ്ങനെ ഇങ്ങോട്ട് പോട്ടെ. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗം അനങ്ങാതിരുന്നാലല്ലേ കുഴപ്പമുള്ളൂ. അനങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ കലകല്ലേ, ശരിയല്ലേ? മനസ്സിലായ? ഉണ്ണിയെ ഞാൻ നോക്കിക്കോളാം. എന്റെ ഉണ്ണിപ്പോയത് ഇവിടെ വരുന്ന അതല്ല. ഇപ്പൊ ആ രണ്ട് ഉണ്ണികളോട് എന്താ പറഞ്ഞ്? ഉണ്ണികൾക്ക് ഒരു ചീത്തപ്പേരിന് ഇടവരുത്തി വെച്ചിട്ടുണ്ട്, പൈതങ്ങളാ, മനസ്സിലായ? അതെനിക്ക് എന്തിനാ പറയേണ്ട കാര്യം? ആ ഉണ്ണിയുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരെ? ഞാൻ എന്താ പറഞ്ഞ? അതും എന്റെ ഉണ്ണികളാ. എന്റെ ഇല്ലത്ത് പടി കടന്ന് വരുന്ന എല്ലാ ഉണ്ണികളും എന്റെ ഉണ്ണികളാ, മനസ്സിലാവണ്ട? അവർക്ക് നല്ലതേ ഞാൻ ചെയ്തു തരുള്ളൂ. വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ വേണ്ട. അതിന് മുമ്പൊരു ഉണ്ണി വന്നപ്പോ എന്താ പറഞ്ഞ? ഈ ഉണ്ണിയടക്കം വന്നേ, ഈ ഉണ്ണിക്ക് വെള്ളി കൊടുത്താൽ കിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് മുന്നെന്താ ചെയ്ത്? വെള്ളിയും കൊടുത്തു, മിന്നും കൊടുത്തു. ഇപ്പൊ എന്താ പറഞ്ഞേ? കേട്ടില്ലേ? ഞാൻ അന്നും പറഞ്ഞ ഈ ഉണ്ണി ശരിയല്ല, കൊടുക്കണ്ടെന്ന്. അപ്പൊ അങ്ങനെ തന്നെയാ. ഞാൻ മുഖത്ത് നോക്കി കാര്യം പറയും. പ്രത്യേകം എന്റെ ഇല്ലത്ത് അങ്ങനെ ഒരു ശീലമുണ്ട്. ഉണ്ണിപ്പോക്കോ ഞാൻ നടത്തി തരാം. ഇന്ന് തൊട്ട് ഒന്നും പറയാൻ പാടില്ല, മനസ്സിലായില്ല? അതാണല്ലോ, അതുകൊണ്ടല്ലേ താമസം കൊണ്ടുവന്നേ. അതിന് കുഴപ്പമുണ്ണിയാ അല്ലേ? സ്ത്രീകളായിട്ട് ബന്ധമുണ്ടാകുമോ? അങ്ങനത്തെ ഓരോ തോന്നലാണ്. സ്വസ്ഥതയില്ല വീട്ടില്. ഈ ഫോണോണിന്റെ പേരുണ്ടാവും. രാത്രി ഫുള്ള് ഫോണ് കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ. ആ ഉണ്ണിക്കില്ലാത്ത ഭയം നിനക്കെന്താന്നാ ചോദ്യം? ഞാനല്ല പറഞ്ഞ് ചേർത്ത് വെച്ച് തരാം, ചേർത്തോളാൻ പറഞ്ഞ് ഞാൻ തന്നെയല്ല അല്ലേ ഉണ്ണിയെ? ഞാൻ എന്തെങ്കിലും കാണാതെ കണ്ട് പറയില്ലേ ഉണ്ണിയെ? നീ പൊക്കോ പോരെ? ഒന്ന് തൊട്ടോ. ആ ഉണ്ണി എത്ര നേരം വേണമെങ്കിലും എവിടെ ഇരുന്നോട്ടോ, നിനക്കെന്താ കുഴപ്പം? ആ ഉണ്ണി തെറ്റിന് പോവില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മണലാരണില്ല. ഇനി അതിന്റെ അപ്പുറത്ത് മഞ്ഞുമഴ മാറി പെയ്യുന്ന 3-4 വാഹനത്തിൽ കയറി പോകുന്ന ഇല്ലത്തായാലും
ആ ഉണ്ണിയുടെ പേരൊന്ന് എഴുതി കൊടുത്ത്. ഇത് മാതാവിന് കൊടുക്കും. ഞാൻ പെറ്റുപോറ്റി വളർത്തി ഉണ്ണിദേശത്ത് ഇന്ന കർമ്മത്തിന് പോകാനായിട്ട് ആ ഉണ്ണിനെ കൊണ്ടുപോകാമെന്നും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് ഉണ്ണികള് സമയത്തിന് വാക്ക് മാറുന്നു. അതൊന്ന് ദൃഢപ്പെടുത്തി ഭരണി നക്ഷത്രക്കാരനായ എൻ്റെ ഉണ്ണി സന്താനത്തിന് 6 കിടത്തി കർമ്മങ്ങളും ധർമ്മസ്ഥാനങ്ങളും എൻ്റെ ഉണ്ണിക്ക് കൊടുത്തേക്കണമെന്ന് സങ്കല്പിച്ച് 5 വരത്ത് വെച്ചെൻ്റെ ബുദ്ധികൽപ്പത്തിലിട്ടു. ഇപ്പൊ കാവുണ്ണി സമയം നല്ലതാ. 27 നാളുകൾ ഏറ്റവും ഉന്നതിയിലും നല്ല സമയമുള്ള ഒരേ ഒരു നക്ഷത്രം ഭരണിയാ ഉണ്ണി. നീ പൊക്കൂ, ഞാൻ തുണയായിട്ടുണ്ട്. എന്റെ ഉണ്ണിയുടെ മംഗല്യം ഞാൻ തന്നെയല്ലേ നടത്തി തന്നെ അല്ലേ? അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനെന്ന് നീ അതൊന്നും അതിന്റെ അപ്പുറത്തും ചെയ്യും. നീ പൊക്ക ഉണ്ണിയെ. ഞാനാ നിങ്ങളുടെ വേവലാതിപ്പെടുന്ന വേവലാതി എനിക്കില്ല. എനിക്കറിയാം ആ കളത്തിലെ ഞാൻ ഇറങ്ങി കളിച്ച് നീ അതിൽ വിജയില്ലാതെ കണ്ട് ഞാൻ പോരില്ല ഉണ്ണി. അത് ആരൊക്കെ കൂട്ടിക്കെട്ടി നിർത്തുകയാണെങ്കിലും അതല്ലേ എന്നെ മായക്കാരെന്ന് വിളിക്കുന്നത്. ഇത്തിരി നേരം കണ്ട് മായം കളിച്ച് ഞാൻ അച്ഛനോട് ചോദിച്ച് അതിന് കെട്ടൊക്കെ പൊട്ടഴിച്ച് ഞാൻ പോരും. പോക്കോ ആ ഭരണി നക്ഷത്രക്കാരനെ കൊണ്ട് മണ്ണെടുത്ത് കൊണ്ടുവന്നതിന് പ്രവർത്തിച്ചു. വിറ്റ് തരാം. ഉണ്ണിയുള്ള രണ്ടത്തിന് സമയത്തിന് മോശമുണ്ട്. അപ്പൊ ചിങ്ങപ്പുലരി കഴിയണം. അതുവരെ തിരി, അതായത് എൻ്റെ 2 കറുത്ത വാവ് കഴിയണം. അതുവരെ സമയം മോശമുണ്ട്. വ്യാഴം അഷ്ടമത്തിൽ പോയി നിൽക്കാം. വ്യാഴം അനുകൂലത്തിൽ വരണ്ടേ. അതായത് വ്യാഴം അഷ്ടമത്തിലാ. വെള്ളി കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കേണ്ടത് 10 ദിനം നടക്കും. അങ്ങനെ നീണ്ടുപോകും. അത്രേ ഉള്ളൂ. ശരീര സംബന്ധമായിട്ടുള്ള വേവലാതികളൊന്നുമില്ല. അപ്പൊ വെള്ളി വരുന്ന മേഖല ഏതൊക്കെയാ? കർമ്മസ്ഥാനത്തായാലും ശരി, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടാനുള്ള വെള്ളിയായാലും ശരി, നമ്മൾ കൊടുത്ത വെള്ളിയായാലും ശരി, അത് ഇന്ന് കിട്ടേണ്ടത് 10 ദിനം നീണ്ടുപോകുന്ന മാത്രമേ. വ്യാഴം അഷ്ടമത്തിലാ. അതാണ് കുഴപ്പം. ആ ഉണ്ണി കുഴപ്പക്കാരനല്ല ഉണ്ണിയെ. അതിലും മേലുള്ള അധികാരികൾ പറയുമ്പോ അതല്ല ഉണ്ണിക്ക് മഴ നനയുണ്ടായ. ഇനി എന്താ വേണ്ടേ? അത് ഞാൻ വാങ്ങിച്ചു തരാം. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ നിന്നോട് എന്താ പറഞ്ഞു? ചിങ്ങപ്പുലരി ആവുമ്പോഴേക്കും നിന്റെ ഭവനത്തിന്റെ പകുതിക്ക് മേലെ ചെത്തിയും എനിക്ക് തരാമെന്ന് പറഞ്ഞു. ഇനിയും കെടുക്കല്ലേ 60 ദിനം. 60 അല്ല, അതിന്റെ അപ്പുറത്തുണ്ട് അല്ലേ? അപ്പൊ എന്റെ വാക്ക് ഞാൻ പാലിച്ചില്ലേ? ഞാൻ മഴ അല്ല, എന്റെ വാക്ക് ഞാൻ പാലിച്ച. ഇനി നീ നിന്റെ വാക്ക് പാലിച്ചേക്കണം. മനസ്സിലായ? എന്റെ വാക്ക് പാലിച്ചേക്കണം. അവിടത്തെ വെള്ളിയും കൂടി കിട്ടിയാലേ നിനക്ക് ചെത്തി മെനക്കാൻ പറ്റുള്ളൂ. ആ വെള്ളി കിട്ടിക്കഴിയുമ്പോ എത്ര വെള്ളി കിട്ടും അല്ലേ? അതിന്റെ തിരുമുമ്പിന്ന് ഒരു നുള്ളു മണ്ണും അതിന്റെ ഒരു ചിത്രം ഉണ്ടാ. അതും കൂടി കൊണ്ടുപോവാ. എനിക്കൊരു മണ്ഡപത്തിന് എത്ര വെള്ളിയാ? 25, 30, 50 എത്രയാ? ആ വെള്ളി വാങ്ങിച്ചു അടുത്ത ആളുകൾക്ക് ഉണ്ണിയുടെ പേരിൽ കഴിച്ചേക്കാം. ഈ വെള്ളി കിട്ടിയാ കൊണ്ട് തന്നേക്കണല്ലേ? ഏത് സ്ഥാപനത്തിൽ നിന്ന് വെള്ളി കിട്ടണ്ടേ? ഏത് ബാങ്കായിരുന്നു? മോനോട് കിട്ടണ്ട്. മോനോട് ചോദിച്ചിട്ട് എനിക്ക് ആ പേരിന് കിട്ടാം. ആരുടെ പേരിലാ വെച്ചേക്കണേ? നക്ഷത്രം എന്താ? വെള്ളി കിട്ടായില്ല. ഇന്ന് കിട്ടേണ്ടത് ഇന്നല്ലേ കിട്ടണ്ടേ? അല്ല, വെള്ളി കിട്ടണ ഇന്ന് കിട്ടണ ഇന്ന് തന്നെ കിട്ടണ്ട. ആ ഉണ്ണിയുടെ വ്യാഴം അഷ്ടമത്തിൽ. അതുകൊണ്ടാണ് നീണ്ടു പോകണം. വെള്ളി ഞാൻ വാങ്ങിച്ചുതരാം. 11 ദിനത്തിനുള്ളിൽ വെള്ളി നാമോദയം പറയും. നക്ഷത്രം പറ.
കേട്ടോ ഫോൺ കിട്ടി എത്ര കാലമായി ഉണ്ണി വെള്ളി കൊടുത്തിട്ട്? 18 മാസം. അപ്പൊ 2 ആണ്ടക്കൂടെ ആയിട്ടില്ല. 2 ആണ്ടക്കൂടെ ആയിട്ടില്ല. 18 മാസക്കാലം. 2 വർഷമായിട്ടില്ല. പ്രാപ്തി ഉണ്ടോ? ഇല്ല, ഉണ്ണിയുടെ കാര്യമില്ല ചോദിച്ചാ. ആ വെള്ളി തരാനുള്ള പ്രാപ്തി ഉണ്ടാവും. ഞാൻ അവരെ മലേഷ്യയിൽ പോയി ഞാൻ അന്വേഷിച്ചു. വേണ്ട, നീ ഉണ്ണി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മലേഷ്യയിൽ പോയി അന്വേഷിച്ചപ്പോൾ അവന് ഈ ഹോട്ടലിൽ എടുത്തിട്ടുണ്ട്, മിനി മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ മിനി മാർക്കറ്റ് എടുക്കുമ്പോൾ വേറെ ആൾക്ക് നടത്താൻ കൊടുത്തു 18 മാസം. ഇപ്പൊ കയ്യിലുള്ള മുതലും ഇട്ടിട്ട് അപ്പുറത്തുള്ളവനെ എടുക്കാൻ പോയി. അതുമില്ല ഇതുമില്ല. ആ ഉണ്ണി മാത്രമാണ്, വേറെ ആരെങ്കിലും ഉണ്ടോ അതിലില്ല? ഇപ്പോഴും ഞാൻ ചോദ്യത്തിൽ നിന്ന് മാറിയിട്ടില്ല. ആ ഉണ്ണി മാത്രമാണ്, വേറെ ഏതെങ്കിലും ഉണ്ണികളും കൂടി ഉണ്ട് അതിനകത്ത്? ഇല്ല, ഞാൻ അവന് മാത്രമായിട്ടാണ് ഞാൻ ഷെയർ. അല്ല, ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല. ആ ഉണ്ണിയുടെ കൂടെ വേറെ ആരെങ്കിലും പങ്കുവച്ചവടക്കാരുണ്ടോന്നാ ചോദ്യം. ഇല്ല ഇല്ല ഇല്ല. ആ ഉണ്ണിയുടെ ചിത്രം ഒന്ന് വാങ്ങിച്ചോ? മനസ്സിലാവണ്ട. ഏത് ദേശത്തെ തുടങ്ങാന്ന് പറഞ്ഞു? കൊല്ലാലമ്പൂര് ഒന്ന് ബസ് സ്റ്റാർട്ടിന് സെൻട്രൽ മാർക്കറ്റിൽ ബസ് സ്റ്റാൻഡിന് ബാക്കിൽ. അത് ഓട്ടോ ബസ് നാട്ടിലാണ് കൊല്ലാലമ്പൂരാണ്, മലേഷ്യ. അപ്പൊ അവിടെ 2 ഭാഗത്തായിട്ടല്ലേ തുടങ്ങാന്ന് പറഞ്ഞു? മലാക്കയിലും ഒന്ന് ബസ് സ്റ്റാർട്ടിന് കൊല്ലാലമ്പൂർ താഴെ. അപ്പോൾ 20 ഈ ഉണ്ണിയുടെ പേരിൽ 10, ആ ഉണ്ണിയുടെ പേരിൽ 10, മൊത്തം 40 കർമ്മം പ്രവർത്തിച്ചു. 2 പേരെ ചിത്രേജി വാങ്ങിച്ചു. ഉണ്ണി സന്താനം. ആ ഉണ്ണിയുടെ മുഴുവനായിട്ടുള്ള രൂപരേഖ കിട്ടുമോ? വീട്ടും പേര് കിട്ടിയിട്ടില്ല. അവൻ്റെ പേര് കിട്ടും. അവൻ്റെ വീടിന് ഗേറ്റിനൊരു പേരുണ്ട്. അവൻ കൊല്ലത്തുകാരനാണ്. അല്ല, മാതാവിന്റെ പിതാവിന്റെ പേര് കിട്ടുമെന്ന ചോദ്യം. ഇല്ല, ഞാൻ കുറേ അന്വേഷിച്ചു, കിട്ടുന്നില്ല. ആ ഗേറ്റിൻ്റെ പേരിൽ അവൻ്റെ പേരുണ്ട്. അബ്ദുൽ ലത്തീഫിൻ്റെ ദാറുറഹ്മാൻ എന്നുള്ള വീട്ടുപേരുണ്ട്. ഞാൻ പറഞ്ഞു അത് കാര്യം നിനക്ക് നക്ഷത്രം അറിയാം. ഉണ്ണിയുടെ കുലക്കാര് തന്നെ ഉണ്ണിയുടെ കർമ്മ മേഖലയിലൊക്കെ ബന്ധനം ചെയ്ത് വെച്ചു. അതിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഉണ്ണി. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ഇത് കഴിഞ്ഞ് എന്റെ കർമ്മം കഴിഞ്ഞ് ചേരമാന്റെ ആസ്ഥാനത്ത് അവിടെ തീരാത്ത നിന്റെ കുലക്കാരുടെ ദോഷമില്ല, അത് തീർത്തിട്ട് നീ വാ, ഞാൻ നിനക്ക് തീർപ്പുണ്ടാക്കി തരാം. എന്നിട്ട് എൻ്റെ ഒരു ചെമ്പോലത്തകളും കൊണ്ട് നീ നടന്നു. നിനക്ക് പോയ വെള്ളിയും അത് കൂടാക്കേണ്ട നിനക്ക് നീ മുൻകാലത്ത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നീ എങ്ങനെ പദവിയിലിരുന്നു അതേ പദവിയിൽ നിന്നെ ഞാൻ എത്തിച്ചു തരാം. മതിയാ? നല്ല പദവിയിലായി. ആ, അത് തന്നെയല്ല ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ ചോദിച്ചു. അതും കഴിഞ്ഞതിന് ശേഷം എന്ത് വഴിയില്ല എന്നെക്കൊണ്ട് പറ്റണം. അതിന് കൂടുതൽ ഞാൻ ചെയ്യാം. ഞാൻ നടത്തി തരാമെന്ന് പറഞ്ഞാൽ നടത്തി തരും. അതന്നെ കാര്യം. അതിന് നിന്റെ 4ാം വേലക്കാരുടെ കുറച്ച് ദോഷമുണ്ട്. അതിന് എൻ്റെ കർമ്മം കഴിഞ്ഞിട്ട് നിന്റെ ചേരമാൻ്റെ ആസ്ഥാനത്ത് അവിടെ തീരാത്ത ഈ ഭൂമി മലയാളം മണ്ണിൽ അങ്ങേരെ അടുത്ത് തീരാത്ത ദോഷമില്ല നിന്റെ കുലക്കാൻ. അതും കൂടി തീർത്തു. ചെമ്പോലത്തകൾ നിനക്ക് തരും. നീ അത് കൊണ്ടുവരണം. നിനക്ക് ഞാൻ ഈ പറഞ്ഞ ഉണ്ണിനെ തിരുമുമ്പിൽ കൊണ്ടുവന്ന് തിരുത്തി നീ കൊടുത്ത വെള്ളിയും അതിൻ്റെ അപ്പുറത്ത് നിനക്ക് വാങ്ങിച്ചേരാം. നീ മുൻകാലത്ത് എങ്ങനെ പ്രൗഢിയിൽ നീ പറഞ്ഞ മക്കം മദീനയുള്ള ഇല്ലല്ലേ ഉണ്ടായിരുന്നു അല്ലേ? അവിടേക്ക് നിന്ന് ഞാൻ പറഞ്ഞു വെച്ചുതരാം. മതിയാ? ഇത് ഈ പോയ വെള്ളി അതിൻ്റെ അപ്പുറത്ത് നിനക്ക് ഞാൻ വാങ്ങിച്ചു തരാം. മതിയാ? ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ എന്താ പറയണ്ടേ? ആ പേരും പറഞ്ഞല്ലേ വെള്ളി വാങ്ങിച്ചേ? ആ, മനാക്കി സ്ഥലങ്ങളുടെ പേരിലെ ചെറുതാണ്. സ്ഥലങ്ങളുടെ പേരിൽ നിങ്ങളുടെ പേരിൽ അയാളുടെ പേരിൽ എല്ലാം കൂടി 40 രൂപ കൊണ്ടുവരും. 42 ചെലവ് വരും. 40,000. പിന്നെ നിങ്ങളുടെ പേരിൽ അയാളുടെ പേരിൽ സ്ഥലത്തിന് വേണ്ടി വരും. 50,000 ചെലവ് വരും. 45,000 ചെലവ് വരും. ഇന്ന് ചെയ്യുന്നുണ്ടാകും. ഇല്ല, എന്നാലും ഉണ്ടാക്കി ഞാൻ ചെയ്യാം. അത് ഞാൻ എങ്ങനെയും ചൊവ്വാഴ്ച വരുന്നുണ്ടാകും.
അപ്പൊ കർമ്മത്തിന് വരുമ്പോ ഒരു പച്ചപ്പട്ട്, ഒരു ചന്ദ്രക്കല. അപ്പോൾ ചൊവ്വാഴ്ച വരുമ്പോൾ ഒരു പത്തുണ്ടാകും. അതിൽ ഒരു കുടി നാണയം, അതൊരു നാണയം എണ്ണരുത്. അത് നമ്മൾ എണ്ണരുത്. നിന്റെ കൈ കൊണ്ട് വായിച്ചേക്കാം. എണ്ണരുത്. ഒരു പിടി ഒറ്റ നാണയങ്ങൾ. വെള്ളിയുടെ ചന്ദ്രകല ഇത് പാടില്ല. നോട്ട് പാടില്ല. പിന്നെ വെള്ളിയുടെ ചന്ദ്രകല 5 കോടി. അത് ചേർമാമ്പലം. ഒരു പുരുഷ പ്രതിമർക്ക് ചേർത്ത് കഴിഞ്ഞ് അവിടെ കൊണ്ടുവരാം. ഒരു പുരുഷ പ്രതിമ മൊത്തം 2 എണ്ണം കൊണ്ടുവരാം. പൊരുള് കൊണ്ടുവന്നാ അതൊക്കെ മണ്ണല്ലേ കൊടുക്കാം. മറ്റേത് കൊടുക്കാം. നാമോദയം പറയുന്നേ. ഒന്നും കൂടി വേണ്ട. ഒന്ന് ആ വലിപ്പിനകത്തേക്ക് ഒന്നും വേണ്ടേ? തൃക്കേട്ട നക്ഷത്രം അല്ലേ? അത് ഉണ്ണിക്ക്. ആ സ്ഥാപനത്തിന്റെ പേര് പറ. ഇതാ വലുപ്പിനകത്തേക്ക്. ഇനി ഒന്നും കൂടി വേണ്ടേ? ഇതാ വലുപ്പിനകത്തേക്ക്. ആ കൂടെ പറഞ്ഞ ഉണ്ണിയുടെ പേര് പറ. ഉത്രാട അല്ലേ? അവസാനം തന്നെ ഉണ്ണി സന്താനത്തിന്റെ കയ്യിലുണ്ടാവണം. രണ്ടാമതൊന്ന് വലിപ്പിനകത്ത് വയ്ക്കാൻ. ആദ്യം ഉണ്ണിയുടെ പേരിൽ തന്നത് കൂട്ടാ തൃക്കേട്ട. കവാടം തുറക്കുമ്പോ ഒരു വെള്ളി, ഒരു പണ്ണാർ സങ്കല്പമായിട്ട് അടച്ചു പോരുമ്പോ ഒരു വെള്ളി, വെള്ളിട്ട് വെക്കുമ്പോ പറയാ ഇന്ന് ഞങ്ങൾ ഈ സ്ഥാപനത്തിന്റെ കവാടം തുറന്നു, ഇതിനകത്ത് നിരത്തി വെച്ച പൊരുളുകളൊക്കെ വിറ്റ് വില മാറി സന്ധ്യ ആവുമ്പോഴേക്കും തന്നിരിക്കണം, വ്യാപാരം ഉണ്ടാക്കി തന്നിരിക്കണം എന്ന് പറയാം. അടച്ചു പോരുമ്പോ ഒരു വെള്ളിടുമ്പോ പറയാ വെള്ളി എണ്ണി നോക്കിയിട്ട് ഇന്ന് ഇത്രേ കിട്ടിയുള്ളൂ, ഇതിലും താന്നു പോകാൻ പാടില്ല, ഇതിലും ഒരു വെള്ളിക്ക് ഉയർച്ച ഉണ്ടാക്കി തരണം നാളെ. അങ്ങനെ മുടക്കം കൂടാതെ കണ്ട് വ്യാപാരം ഉണ്ടാക്കി തന്നേക്കണം എന്ന് പറയാം. മുടക്കം കൂടാതെ കണ്ട് 2 നേരം വെള്ളിയിട്ട് വെച്ചു തന്നേക്കാം.
അതിനല്ല നിന്റെ പൊരുളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞതും കാര്യങ്ങളൊക്കെ കേട്ടോ. അതിനുള്ള ലക്ഷം പോലെ എന്താ പറയണ ഉണ്ണി? മകനെ ഇവിടെ വിളിച്ചപ്പോൾ എന്നെ വിളിക്കണ്ട, ഒരു കാര്യത്തിൽ എന്നെ വിളിക്കണ്ട. ഉണ്ണി സന്താനം, നിങ്ങൾ തമ്മിലുള്ള കാര്യത്തിന് ഇടപെടില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യത്തിൽ സമയം വിളിക്കണ്ട, നീ അങ്ങോട്ട് വിളിക്കണ്ട. സമയം നല്ലതാ ഉണ്ണി. ഇതാണ് കുഴപ്പം. സമയം തോട്ടുണ്ട്. ആ ഉണ്ണി സന്താനത്തിന്റെ സമയം നല്ലതാ. തല്ലാൻ പറ്റിയ നേരല്ല. കടലാസ് കൊണ്ട് കൊടുത്തിട്ടുണ്ടാ അധികാരികൾക്ക്? ഒരു കടലാസ് കൊണ്ട് കൊടുത്തു. അതല്ല, പെൺസന്താനങ്ങളെ മേലിരിക്കുന്ന അധികാരിക്ക് കൊടുക്കും. പെൺസന്താനങ്ങളുടെ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി? ഒരു കടലാസും കൊടുത്ത് ഞാൻ തീർപ്പുണ്ടാക്കിയിട്ട് എന്നാലേ ശരിയാവുള്ളൂ. ആ ഉണ്ണി തല്ലാൻ നോക്കിയിട്ട് തല്ലാൻ പറ്റത്ത് ഇതിന് സമയം നല്ലതാ. ആ ഉണ്ണി എന്തെങ്കിലും പ്രവർത്തിച്ചാലും ഉണ്ണിക്ക് എന്തെങ്കിലും കേടുപാട് വരും. അതുകൊണ്ട് ഞാൻ തല്ലാൻ ചെന്നിട്ടും തിരിച്ചു പോകുന്നതാ. ഉണ്ണിനെ കാക്കണ്ടേ? അപ്പോ ഇങ്ങനെ ഒരു പരിഹാരമുള്ള ഏത്? ആ പെൺസന്താനങ്ങൾ തൊപ്പി വെച്ചിരിക്കുന്ന മേലാധികാരിക്ക് ഒരു കടലാസ് പത്രം കൊടുക്കുക. ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്, എന്താണ് തീർപ്പുണ്ടാക്കി തരാൻ പറയാം. അപ്പൊ രണ്ടു കൂട്ടരും വിളിച്ചു നിർത്തി എൻ്റെ ഇതിനു മുമ്പിൽ ചോദ്യം ചെയ്യുമ്പോൾ ഞാനതിന് നിവൃത്തി ഉണ്ടാക്കി തരാം. ഇറങ്ങി എന്താ വേണ്ട ഉണ്ണിക്ക്? അത് വേണ്ട. ഉണ്ണിയുടെ നാമോദം പറയുന്നു. മുപ്പത് കൂടുമ്പോൾ ഉണ്ണിയുടെ ദേശത്ത് നാഗസങ്കല്പങ്ങളുടെ കരിക്കിലേക്കുന്ന ആസ്ഥാനത്ത് ഒരു പാലുകൂടി കർമ്മം കൊടുത്തേക്കണം കേട്ടോ. കഴിഞ്ഞ് എല്ലാത്ത് പോകുമ്പോൾ ആ ചമ്പോളത്തെ അവിടെ ഉണ്ടാവരുത് കേട്ടോ. ആൾക്കാരെ നിയമിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ കുഴപ്പം? ആ ഉണ്ണി പറഞ്ഞ് നീ കേട്ടില്ലേ? ഞാൻ പറഞ്ഞതല്ലല്ല. ഞാൻ പതുക്കെയൊന്നും പറയില്ല, ഉറക്കെ പറയുള്ളൂ. ഏത് ഉണ്ണിയോടായിരുന്നു? ആ ഉണ്ണി എന്താ പറഞ്ഞു? ഇപ്പോ കുറച്ച് നാളുകളായിട്ട് എന്നോട് ദേഷ്യം കലഹം തല്ലൂട്ടത്തിന് വരാന്ന് പറഞ്ഞു. അത് കളിക്കരി പുതുമക്കല്ലേ പറഞ്ഞേ? അപ്പൊ അങ്ങനെ എടുത്താ പോരെ? പറ, എന്താ മിണ്ടാത്ത?
ഉണ്ണിക്കൂടി ആയാ നിന്റെ സമയം എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അല്ല നീ പറഞ്ഞ ആ കടലാസ് കൊണ്ട് പതിപ്പിക്കാറായ? ഇല്ല, കുറച്ച് നാൾ കൂടി പോണ്ടേ? ആ ഉണ്ണിക്ക് ഇങ്ങോട്ടുണ്ടോ? സത്യാണോ? അല്ല, ഞാൻ ഈ കളത്തിലിറങ്ങി കഴിഞ്ഞിട്ട് മാനക്കേട് കൊണ്ട് ഞാൻ കയറി പോകാൻ പാടില്ല. എന്താ കർമ്മം ഉണ്ണിക്ക്? ഒരു കിണത്തിൽ പെട്ടതാ. എന്താ വേണ്ടേ? അപ്പൊ എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ കാര്യമുണ്ടല്ലോ, അല്ലെങ്കിൽ പറ്റില്ല എന്നല്ലേ പറയുള്ളൂ. എന്താ വേണ്ടേ? നീ പോയി ചോദിച്ചാ. ഉണ്ണി എന്താ പറഞ്ഞേ? അല്ല, ഉണ്ണി എന്താ പറഞ്ഞെന്ന് ചോദിച്ചുള്ളൂ. രണ്ടുപേരെ ചിത്രം കൊണ്ട് ആ മാതാവിന്റെ പിതാവിന്റെ പേര് എഴുതി വാങ്ങിച്ചു. മനസ്സിലാവണ്ട. ഒക്കെ 4 പേരെ പേരിൽ 5 കർമ്മം പ്രവർത്തിച്ചു. ഞാൻ തീർപ്പുണ്ടാക്കി തരാം. അത് അവരുടെ മാതാവിന്റെ പിതാവിന്റെ പെൺസന്താനത്തിൽ ഈ ഉണ്ണിയുടെ 4 പേരുടെ പേരെഴുതി വാങ്ങിച്ചോ. അവരുടെ 3 പേരുടെ ചിത്രം, അവരുടെ ചിത്രം കിട്ടുമോ? അല്ലെങ്കിൽ പെൺസന്താനത്തിന്റെ മാത്രം കിട്ടാൻ ചിത്രം മതി കൊണ്ടോ. ഒരു മധു, ഒരു കോടിയാട. കണ്ട ആ ഉണ്ണിസന്താനത്തിന്റെ നാമോദയം നക്ഷത്രം അറിയില്ലേ? അവരുടെ പിതാവ് മാതാവിനെ സങ്കല്പിച്ച് ചെയ്യാൻ പോകും. ഗൂഗിൾ പേ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇന്ന് വീട്ടിൽ ചെയ്യുന്നത് ഒരു നാണയം എടുക്കുക. നാണയം എടുത്തിട്ട് ഫാമിലി എടുത്തിട്ട് ഫാമിലി ഇഷ്ടപ്രകാരം കർമ്മത്തിലും ചെയ്തോളാമെന്ന് നമുക്ക് വിചാരിക്കുക. അതുപോലെ തന്നെ ആ നാണയം ശരീരം ചെയ്യുന്ന സമയത്തിലൂടെ എന്നിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും എന്തെങ്കിലും ദോഷങ്ങളോ ദുരിതങ്ങളോ തടസ്സങ്ങളോ നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് അപ്പോൾ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് എനിക്ക് മാറ്റി എന്തെങ്കിലും കല്യാണം കഴിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വേണം എന്ന് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് ശരീരം ചെയ്യുക. അതാണ് നാണയം ചെയ്തെടുത്ത് വയ്ക്കുക. എന്നിട്ട് അടുത്ത ഞായറാഴ്ച വരുമ്പോൾ 22-ാം തീയതി ഈ സൂക്തം ചിന്തിച്ചതും നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ തന്നെ ഒരു കുട്ടി മദ്യം, ഒരു കുട്ടി നെയ്യ് ശരീരം കൊണ്ടുവന്ന് ഒരു കോടിയുണ്ട് നൽകുക. അധികാരികൾ പെൺസന്താനത്തിന്റെ ആസ്ഥാനത്ത് ഒരു കടലാസും കൊടുക്കാൻ പറയും. ഇപ്രകാരമുള്ള കാര്യങ്ങളുണ്ടായി, എൻ്റെ പെൺസന്താനത്തിനെ കാണാനായിട്ട് ആ ഭവനത്തിൽ ചെന്ന സമയത്ത് അവരൊക്കെ ഇങ്ങനെ തകരാറുണ്ടാക്കുന്നതുകൊണ്ട് ഒരു കടലാസും കൊടുക്കാൻ പറയും. ഞാൻ വീട്ടിലേക്ക് ഉണ്ട്. എവിടെന്നാ പറഞ്ഞേ? അപ്പൊ അവിടുത്തെ മേലാധികാരി ഇല്ലേ, പെൺസന്താനങ്ങളുടെ മേലാധികാരി, അവര് വാടാൻപള്ളിയിൽ നിന്നിട്ട് കംപ്ലൈന്റ് കൊടുത്തു. അതായിക്കോട്ടെ, അവര് കൊടുക്കട്ടെ. ഉണ്ണി നീ ഞാൻ പറഞ്ഞു അവര് കൊടുക്കട്ടെ, എപ്പോഴല്ലേ ബലുള്ളൂ. മനസ്സിലായില്ല? നീ ആ സ്ഥാനത്തെ ഒരു ദേശത്തിന്റെ മേലാധികാരിയായിട്ടുള്ള പെൺസന്താനങ്ങളുടെ മാത്രം കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആ തൊപ്പി വെച്ച പെൺസന്താനത്തിന്റെ അടുത്ത് ചെല്ലി ഞാൻ തീർപ്പുണ്ടാക്കി തരാം. വാടാൻപള്ളി പോലീസിലായിട്ട് ഗ്ലാസ് തന്നെ പൊട്ടിച്ചേക്ക് പിറ്റേ ദിവസം വാടാൻപള്ളി പോലീസിലായിട്ട് കംപ്ലൈന്റ് കൊടുത്തു. അവരെ തകിടൊക്കെ ഇട്ട് അവരെ അന്വേഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് SI എൻ്റെ തകിടൊക്കെ മേടിച്ചിരുന്നു. അതെ, ആ ഗ്ലാസ് പൊട്ടിക്കാൻ
2 ദിവസം കഴിഞ്ഞിട്ട് അവര് നീ ഈ പെൺസന്താനത്തിനെടുത്ത് കൊടുക്കാൻ അധികാരപത്രം മനസ്സിലായില്ല. പരാതി കൊടുക്കാനാണ് പറഞ്ഞത്. അവര് ഞാൻ അവരെ മന്ത്രവാദി ചെയ്തതുകൊണ്ട് ആ തകിട് അവര് മേടിച്ച് ചെയ്യുന്നു. അത് മാനിച്ചോട്ടെ. അമ്മാനിക്കനെ മഞ്ഞൾ ഫോട്ടോ കൊണ്ടുണ്ട്. ഇനി അത് മതി. ഇനി വേണ്ട, നീ പ്രവർത്തിച്ചിട്ട് വാ. ചെയ്തോട്ടാ ഇതാ ഇറങ്ങി ശരി. നമുക്ക് കർമ്മം ചെയ്തതല്ല, അങ്ങനെ ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്തു നമുക്ക് ആ കാര്യങ്ങളൊന്നും ആയിട്ടില്ലെന്ന് പറയാം. അതൊരു ചെറുതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കൃഷി നടത്താൻ്റെ കാര്യത്തിന് പൂജയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നാണ് പറഞ്ഞത് കാര്യങ്ങളൊന്നും ആയിട്ടില്ലെന്ന്. അപ്പൊ ഉണ്ണി അതിനെന്തെങ്കിലും കോട്ടപാട്ടം നീ അപ്പം ഒന്ന് വിളിച്ച് അല്ലെങ്കിൽ പ്രവർത്തിക്കണ്ടേ? അല്ല ഉണ്ണി, അതിലെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ പിന്നെയും നോക്കി പ്രവർത്തിക്കില്ല. ഉണ്ണി വരേണ്ടതല്ലേ? ഇത് 5 ഫലത്ത് വെച്ചിട്ട് ആ സ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്നിടാൻ പറയും ഭവനത്തിന്റെ. അവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് വെളുപ്പിന് 5 വർഷത്തിൽ വിശ്രീ കിട്ടിയാൽ മതി. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നീ ആ സ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് നിന്റെ നക്ഷത്രം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഞാൻ വഴി ഉണ്ടാക്കി. പിന്നെ സ്വാമി അതെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അവന്റെ നക്ഷത്രം എന്താ? ലക്ഷ്മി പറഞ്ഞു സമയം നല്ലതാ, നല്ല സമയം. അപ്പോൾ എന്തൊക്കെ പോകണോ അതിനൊക്കെ ആ ഉണ്ണിക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ അതിന് പറഞ്ഞയച്ചേക്കണം. ഉണ്ണികളുടെ ഇഷ്ടം നോക്കാൻ പാടില്ല, മനസ്സിലായി? ജോലി പുറത്തേക്ക് പോകുന്ന ഐഡിയ. അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ആ ഉണ്ണിക്ക് ഇന്ന ഭാഗം എടുത്താൽ അതിന് ഉയർച്ച ഉണ്ടാവുമെന്നും ഈ ദേശം വിട്ടു കഴിഞ്ഞാൽ ഇന്ന ദേശത്ത് പോയാൽ ആ കർമ്മം കൊണ്ട് ബലമുണ്ടാവും, 10 വെള്ളി ഉണ്ടാവുമെന്ന് ആ ഉണ്ണിക്ക് ഏത് തോന്നുന്ന വിഷയം അതെടുത്തേക്കണം, മനസ്സിലായില്ല? അതാ ശരി. അതിനെപ്പറ്റി ഒരു ചോദ്യം നല്ലോണം വേണ്ടെന്ന് പറയാം. ആ ഉണ്ണിക്ക് ഏത് വിഷയമാണോ വേണ്ടത് അത് എടുത്തോളാൻ പറയാം. അപ്പൊ ഞാൻ ഓർമ്മിപ്പിച്ച് കൊടുത്തേക്കാം, മതിയാ? ഞാൻ മതി. നമ്മുടെ അത്ര സാമ്പത്തികം ഇല്ലാത്ത ആ ഒരു വിഷയം വെള്ളിയൊക്കെ ഞാൻ കൊണ്ടുവന്ന് തരാം. ഉണ്ണിയുടെ നക്ഷത്രം ഭരണിയാ, നീ പൊക്കോ. നല്ല സമയം വിദ്യക്ക് അനുകൂലമാക്കി ഉണ്ടാക്കി തരാം. ആ ഉണ്ണി തെരഞ്ഞെടുക്കുന്ന വിഷയം നിങ്ങൾ പറയുന്ന വിഷയമല്ല, ആ ഉണ്ണി തെരഞ്ഞെടുക്കുന്ന വിഷയം. അതിന് പൊക്കോട്ടെ. അതിന് പിന്നിൽ ഞാനൊന്ന് പ്രവർത്തിച്ചു തരാം, മതിയാ? എന്തെങ്കിലും ഉണ്ണിക്ക് കോട്ടവാട്ടുണ്ടെങ്കിൽ എൻ്റെ അധികാരിനെ ഒന്ന് വിളിച്ചേക്കണം. അപ്പോ അതില് എൻ്റെ അത്താഴുണ്ണിന്റെ സമയത്ത് ഉണ്ണി അത് സങ്കല്പിച്ചേക്കണം, മനസ്സിലാവണ്ട? വിളിക്കാതിരിക്കാൻ പാടില്ല. 2 മാസം നക്ഷത്രം പറ. എൻ്റെ മകക്കാരല്ലേ? നല്ല മൂല കുഴപ്പമില്ല, ഉണ്ണി ഇറങ്ങിക്കോ. ഞാൻ ഇതാ ആ പാട്ടത്തിന് അതൊന്നും ചെയ്തിട്ടാണ് ഒക്കെ ഉണ്ണി ഒരു 30 നാൾ കൂടുമ്പോ എന്നെ ഒന്ന് വിളിച്ചേക്കണം, മനസ്സിലാവണ്ട? എന്നെ വെച്ചാൽ എൻ്റെ അധികാരിന്. അപ്പോൾ ഉണ്ണിക്കുള്ള വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തോ, അത് എന്നോട് പറഞ്ഞു കൊടുക്കും, മനസ്സിലാവണ്ട? പൂർത്തീകരിച്ചേരാ. പൊക്കെ കൊണ്ടുവന്നിട്ടോ. എന്താ നക്ഷത്രം? സമയം നല്ലതാണ്. അത്താഴുണ്ണിന്റെ നേരത്തെ എന്നെ നല്ലോണം ഒന്ന് സങ്കല്പിച്ചോ. ഇതാ ഇതവിടെ വേണ്ടിട്ടോളാം. ഉണ്ണിയുടെ സമയം നല്ലതാണ്.